ഹലോ ഫ്രണ്ട്സ്, മോഷൻ പ്ലെയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷനെ പറ്റിയാണ്. അതായത് ഗ്രൗണ്ടിൽ നിന്നും തറയിൽ നിന്നും നമ്മൾ ഒരു കല്ലിനെ എടുത്ത് ഇങ്ങനെ എറിയാൻ പോവുകയാണ്. അത് നേരെ ഇങ്ങോട്ടാണ് വന്ന് വീണേ, ഗ്രൗണ്ടിലേക്ക് തന്നെ വന്ന് വീണു. കണ്ടോ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വ്യത്യസ്തങ്ങളായ കണക്കുകൾ, വ്യത്യസ്തങ്ങളായ ടൈപ്പ് പ്രോബ്ലങ്ങൾ ചെയ്തു. അത്തരം പ്രോബ്ലത്തിനെല്ലാം നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് ടു ഗ്രൗണ്ട്, ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷൻ. അതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ടൈപ്പ് 1. സോ ടൈപ്പ് 1നെ പറ്റി വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കണ്ടോ? ഒരു 2-2.5 മണിക്കൂർ വെച്ച് പ്രൊജക്ടൈൽ മോഷനകത്താണ് ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ വിശദമായി പഠിച്ചു. അതിൽ സാധ്യതയുള്ള എല്ലാത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. കൂടുതൽ ക്വസ്റ്റ്യൻസ് DPPയിൽ കിടപ്പുണ്ട്, അതും ചെയ്യണം. ഓക്കെ, നമ്മളിനി വിശദമായി പഠിക്കാൻ പോവുകയാണ്, നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോവുകയാണ് ടൈപ്പ് 2 പ്രൊജക്ടൈൽ മോഷനെ പറ്റി. എന്താണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്? ടൈപ്പ് 2 പ്രൊജക്ടൈൽ മോഷൻ അതാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവർ ഉണ്ട് കേട്ടോ, ഒരു ഹൈറ്റ് ഉണ്ട്, ഒരു ഹൈറ്റ് ഉണ്ട്. ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഹൈറ്റുള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും നമ്മളാണെങ്കിൽ ഒരു ബോളിനെ ത്രോ ചെയ്യുകയാണ്. എങ്ങനെ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. കണ്ടോ? ഇങ്ങനെ ത്രോ ചെയ്യുകയാണ്. സോ ബോളിന് വെലോസിറ്റി ഉണ്ട്, യു എന്ന വെലോസിറ്റി. ആരാ കൊടുത്തേ? ഞാനാ കൊടുത്തേ. ഞാൻ എന്ത് ചെയ്തു? ബോളിനെ എടുത്ത് ഒറ്റ എറിയും കൊണ്ട് കൊടുത്തു. കണ്ടോ? അപ്പോൾ ബോളിന് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടായി. അപ്പോൾ ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടായതുകൊണ്ട് ബോൾ ഇങ്ങനെ പോവുകയാണോ? അല്ല. നമുക്കറിയാം ഭൂമി എന്ത് ചെയ്യും? ഈ ബോളിനെ താഴേക്ക് വലിക്കും. അതിൻ്റെ ഫലമായിട്ട് ബോൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ ബോൾ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ബോൾ എന്ത് ചെയ്യും? ദാണ്ടെ ഇങ്ങനെ അങ്ങ് പോയി വീഴും. അതായത് ഇവിടെ എത്ര മോഷൻ ഉണ്ട്? ഇതാ ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്. നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ എന്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ അതിന് ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്. അതുപോലെ താഴേക്ക് വീഴുന്നുണ്ട്, അതിന് വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. നോക്ക്, ഇവിടെ എത്ര മോഷൻ ഉണ്ട്? ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ മോഷൻ. അതുപോലെ എന്ത് മോഷൻ ഉണ്ട്? വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. വെർട്ടിക്കൽ മോഷൻ. സോ ഇവിടെ 2 മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട്, വെർട്ടിക്കൽ മോഷനും ഉണ്ട്. ഹൊറിസോണ്ടൽ മോഷന് കാരണമായിരുന്നു നമ്മൾ പറയും, സർ ഹൊറിസോണ്ടൽ മോഷന് കാരണം ആരാണ്? നമ്മൾ ഈ കൊടുത്ത യു ആണ്. ശരിയല്ലേ? നിങ്ങൾ പറയത്തില്ലേ? നിങ്ങൾ പറയും. കാര്യം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് യു എന്ന വെലോസിറ്റി ഉണ്ടായതുകൊണ്ട് അതിൽ ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടായി. ഈ യുവിനെ എതിർക്കാൻ ആരെങ്കിലും ഉണ്ടോ? എതിർഭാഗത്ത് എയർ ഒന്നും വരുന്നില്ലെങ്കിൽ, എയറിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും, സാർ യുവിനെ എതിർക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ യു എന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. സോ ഹൊറിസോണ്ടൽ മോഷനിൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു എന്താണ്? എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ എതിർക്കാൻ ആരും തന്നെ ഇല്ല. അങ്ങനെ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് എന്ത് മോഷനാ കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും, സാർ യൂണിഫോം മോഷനാ. ഞങ്ങൾക്കറിയാം എന്ത് മോഷനാ? യൂണിഫോം മോഷനാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. കണ്ടോ? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എപ്പോഴും വെലോസിറ്റിയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ വെർട്ടിക്കൽ മോഷനിലോ? ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, വെർട്ടിക്കൽ മോഷനിലാണെങ്കിൽ തുടക്കത്തിൽ ആരെങ്കിലും വലിച്ചായിരുന്നോ? ഇല്ല. തുടക്കത്തിലാണെങ്കിൽ താഴേക്ക് 0 ടൈമിലാണെങ്കിൽ താഴേക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അടുത്ത സെക്കൻഡിൽ നോക്ക്, V which is equal to U plus AT എന്നാണ് നമ്മൾ വെർട്ടിക്കൽ മോഷൻ്റെ ഇക്വേഷൻ. ശരിയാണോ? വെർട്ടിക്കൽ മോഷനിലാണെങ്കിൽ ഗ്രാവിറ്റി കൊടുക്കുന്നതുകൊണ്ട് ആക്സലേഷനാണ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നില്ല? വെർട്ടിക്കൽ മോഷനിൽ ആരുണ്ട്? ഗ്രാവിറ്റി ഉണ്ട്. അതായത് അതിനെന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്. വെർട്ടിക്കൽ മോഷൻ എന്താണ്? ആക്സലറേഷൻ ഉള്ള മോഷനാണ്. സോ ഇവിടെയാണെങ്കിൽ ടൈമിൻ്റെ വാല്യൂ 0 ആണ്. ഇനിഷ്യൽ ടൈമിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ടൈമിൻ്റെ വാല്യൂ 0 ഇട്ടുമ്പോൾ V which is equal to ഇനിഷ്യലി വെലോസിറ്റി ഒന്നുമില്ല. നമ്മൾ താഴേക്കാലും വെലോസിറ്റി കൊടുത്തോ? നമ്മൾ താഴേക്ക് ഒരു വെലോസിറ്റിയും കൊടുത്തില്ല. നമ്മൾ എങ്ങോട്ടാണ് വെലോസിറ്റി കൊടുത്തത്? നമ്മൾ ഹൊറിസോണ്ടലിലെ വെലോസിറ്റി കൊടുത്തുള്ളൂ. നമ്മൾ കൊടുത്ത വെലോസിറ്റി എങ്ങോട്ടാണ്? ഹൊറിസോണ്ടലിൽ മാത്രമാണ് ആക്ട് ചെയ്തത്. ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു 2 കമ്പോണൻറ്റ് ഉണ്ടായതിനെ, വെർട്ടിക്കൽ ഉണ്ടായി, ഹൊറിസോണ്ടൽ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? ഇല്ല. അങ്ങനെ 2 കമ്പോണൻറ്റ് ഉണ്ടോ? ഇല്ല. ഒറ്റ കമ്പോണൻറ്റേ ഉള്ളൂ. അതെങ്ങനെയാണ്? ഹൊറിസോണ്ടലി ആണ്. വെർട്ടിക്കലി ആരെങ്കിലും ഉണ്ടോ? വെർട്ടിക്കലി യാതൊരു വെലോസിറ്റിയും ഇനിഷ്യൽ ടൈമിൽ ഇല്ല. സോ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? ഇനിഷ്യൽ ടൈമിൽ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇനി -g. എന്താ -g എന്ന് പറയാൻ കാര്യം എന്താണ്? ഭൂമി താഴേക്കാണ് വലിക്കുന്നത്. സോ ആക്സലറേഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. t. സോ V which is equal to -gt. അങ്ങനെയെങ്കിൽ 0 ടൈമിൽ എത്രയാണ് വെലോസിറ്റി? നിങ്ങൾ പറയും ടിക്ക് 0 ഇട്ട് കൊടുക്കുക സാർ. ഞാൻ 0 ഇട്ട് കൊടുത്തു. ആൻസർ എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? 0. അതായത് തുടക്കത്തിൽ എങ്ങോട്ട് വെലോസിറ്റി ഇല്ല? താഴേക്ക് വെലോസിറ്റി ഇല്ല. 1 സെക്കൻഡ് കഴിയുമ്പോഴോ ഇവിടെ 1 ഇട്ട് കൊടുക്ക്. അവിടെ വെലോസിറ്റി കിട്ടി. അടുത്ത സെക്കൻഡ് കഴിയുമ്പോഴോ 2 ഇട്ട് കൊടുക്ക്. അപ്പോൾ വെലോസിറ്റി വീണ്ടും കൂടി.
അടുത്ത സെക്കൻഡ് 3 ഇട്ട് കൊടുക്ക്, വെലോസിറ്റി വീണ്ടും കൂടി. അത് ഓരോ സെക്കൻഡ് കഴിയും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വെലോസിറ്റിയുടെ വാല്യൂ, വെർട്ടിക്കൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയല്ലേ നമ്മൾ ആക്സലറേഷൻ എന്ന് പറയണത്, ശരിയല്ലേ? ആക്സലറേഷൻ പറയുന്നത് എന്താണ്? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, നെഗറ്റീവ് ഡയറക്ഷനിൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആണ് നെഗറ്റീവ് ജി എന്ന് പറയണത്. മനസ്സിലാവുണ്ടോ? സോ ഇവിടെയാണെങ്കിൽ യൂണിഫോം മോഷനാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. കണ്ടോ, ഹൊറിസോണ്ടൽ മോഷൻ എന്താണ്? യൂണിഫോം മോഷനാണ്. പക്ഷെ വെർട്ടിക്കൽ മോഷൻ ആണെങ്കിലോ അത് യൂണിഫോം ആക്സലറേഷൻ ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിൻ്റെ ഫലമായിട്ട് വെലോസിറ്റിയുടെ വാല്യൂ, നെഗറ്റീവ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായോ? സോ ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിലെ പ്രത്യേകത എന്തൊക്കെയാണ്? നിങ്ങൾ പറയും സർ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ്, ഒരു ഹൈറ്റിൻ്റെ മുകളിൽ നിന്നും ഒരു കല്ലിനെടുത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുത്തെറിയാൻ പോവുകയാണ്. കേട്ടോ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എടുത്തെറിയാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ മോഷൻ ഉണ്ട്? നിങ്ങൾ പറയും സാർ ഞങ്ങൾക്കറിയാം ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. ഞാൻ ചോദിക്കും കുഞ്ഞുങ്ങളെ, ഹൊറിസോണ്ടൽ മോഷൻ എന്ത് ടൈപ്പ് മോഷനാണ്? നിങ്ങൾ പറയും സാർ അത് യൂണിഫോം മോഷനാണ്. പറയത്തില്ലേ? പറയും. ഇനി പറയുകയാണ് വെർട്ടിക്കൽ മോഷൻ എന്ത് ടൈപ്പ് മോഷനാണ്? നിങ്ങൾ പറയും സാർ ഇവിടെ ആക്സലറേഷൻ ഉണ്ട്, താഴേക്ക് ആക്സലറേഷൻ ഉണ്ട്, സോ യൂണിഫോം ആക്സലറേഷൻ ആണ്. പക്ഷേ ഏത് ഡയറക്ഷനിലാണ്? താഴേക്കാണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറയും. സോ യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം ആക്സലറേഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മനസ്സിലായോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തുകൊണ്ട്? യൂണിഫോം ആക്സലറേഷൻ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് വെലോസിറ്റിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെലോസിറ്റിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണെങ്കിൽ നോക്കേ, ഈ രണ്ട് വെക്ടർ അതിൻ്റെ റിസൾട്ട് ഇതായിരിക്കും, ഈ രണ്ട് വെക്ടർ അതിൻ്റെ റിസൾട്ട് ഇതായിരിക്കും, ഈ രണ്ട് വെക്ടർ അതിൻ്റെ റിസൾട്ട് ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വെലോസിറ്റി ഇങ്ങോട്ട് പോണത്, അതാണ് ഇങ്ങോട്ട് പോയത്. സോ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇവിടെയാണെങ്കിൽ ആർക്ക് വാല്യൂ ഇല്ല? താഴേക്ക് വാല്യൂ ഇല്ല. സോ ഹൊറിസോണ്ടലിൽ പോയി. ഇനി ഇങ്ങോട്ട് വരുന്നത് പതുക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടുത്തെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വെർട്ടിക്കൽ വെലോസിറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ട് കണ്ടോ, വെർട്ടിക്കൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ റിസൾട്ടിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അടുത്തേക്ക് വരും. നോക്ക്, അടുത്തേക്ക് വരുന്നുണ്ടോ? ഇവിടെ ആംഗിൾ എന്ത് ചെയ്യും? ചെറുതായി. ഇവിടെ ആംഗിൾ വലുതായിരുന്നു. ഈ ആംഗിൾ എന്ത് ചെയ്ത്? ചെറുതായി വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? നമ്മുടെ റിസൾട്ടിൻ്റെ വെലോസിറ്റി നമ്മുടെ വെർട്ടിക്കൽ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ആര് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്? വെർട്ടിക്കൽ വെലോസിറ്റി. സമയം മാറുന്നതനുസരിച്ച് വെർട്ടിക്കൽ വെലോസിറ്റി, ടൈമിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് വെർട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ മോഷൻ ആണെങ്കിൽ പരാബോള കാണിക്കും. മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? സോ ഇവിടെയാണെങ്കിൽ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ എത്ര മോഷൻ ഉണ്ട്? രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷനാണ്, വെർട്ടിക്കൽ മോഷൻ യൂണിഫോം ആക്സലറേഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ ഹൊറിസോണ്ടൽ മോഷനെയും വെർട്ടിക്കൽ മോഷനെയും നിയന്ത്രിക്കുന്ന ഇക്വേഷൻസ് എഴുതാമല്ലോ. ഹൊറിസോണ്ടൽ മോഷനെ നിയന്ത്രിക്കുന്ന ഇക്വേഷൻസ് ഏതൊക്കെയായിരിക്കും? നോക്ക്, ഒരു കല്ലുണ്ട്, ഞാനെടുത്ത് എറിയാൻ പോവുകയാണ്. ഇങ്ങോട്ടൊരു വെലോസിറ്റി കൊടുത്ത്, യു എന്ന വെലോസിറ്റി കൊടുത്തു. അതുകൊണ്ട് കല്ല് എന്ത് ചെയ്ത്? കല്ല് ഇങ്ങോട്ട് വീണു. അപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ എപ്പോഴും ആര് കോൺസ്റ്റൻ്റ് ആണ്? യുവിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്. യു ചേഞ്ച് ചെയ്യുമോ? അത് ചേഞ്ച് ചെയ്യത്തില്ല. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമോ? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുമോ? അതും ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൻ്റെ മോഷനെ പറ്റി പറഞ്ഞാൽ എക്സ് ആക്സിസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോഷനാണ് കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സാർ അത് യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷനാണ്. അങ്ങനെയെങ്കിൽ യൂണിഫോം മോഷൻ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പറയും സാർ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഓക്കെ, എന്താണ് കുഞ്ഞുങ്ങളെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഞാൻ എക്സ് എന്ന് പറയാം. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി നമ്മൾ പണ്ട് പഠിച്ചത് യു കോസ് തീറ്റ എന്നൊക്കെയാണ്. ഇവിടെ യു കോസ് തീറ്റ ആണോ? അല്ല, നമ്മൾ കൊടുത്ത യു ആണ്. സോ യു ആണ് ഇവിടെ എന്ത്? ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇനി ടൈം എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ഷൻ ആവശ്യമായ സമയം ആണ് ടി എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? സോ ഹൊറിസോണ്ടൽ മോഷനിൽ ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഇക്വേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് വെർട്ടിക്കൽ മോഷനെ പറ്റി ചിന്തിക്കാം. വെർട്ടിക്കൽ മോഷൻ അതായത് വൈ ആക്സിസ് എന്ത് മോഷനാണ്? യൂണിഫോം ആക്സിലറേഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ശരിയാണോ? യൂണിഫോം ആക്സിലറേഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഉണ്ടോ? ഇങ്ങോട്ടുള്ള വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏതൊക്കെ ഇക്വേഷൻ യൂസ് ചെയ്യാം? നിങ്ങൾ പറയും സാർ വി വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി യൂസ് ചെയ്യാം.
ഓക്കെ, ഞാൻ പറയും ഓ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ എന്താണ് വി എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു സമയത്തുള്ള, ഫോർ എക്സാമ്പിൾ ഈ സമയത്തുള്ള വെർട്ടിക്കൽ വെലോസിറ്റി, അതാണ് വി എന്ന് പറയുന്നത്. സോ വിൻ്റെ ഇക്വേഷൻ എന്താണ്? വി വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് 80. യുവിൻ്റെ വാല്യൂ എത്രയാണ്? ഇങ്ങോട്ടുള്ള വെലോസിറ്റി എത്രയാണ്? ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ആരും വെലോസിറ്റി ഇനിഷ്യലി കൊടുക്കുന്നില്ല. സോ യുവിൻ്റെ വാല്യൂ എത്രയാണ്? യുവിൻ്റെ വാല്യൂ 0 ആണ്. എവിടെയാണ്? വെർട്ടിക്കൽ മോഷനിൽ യുവിൻ്റെ വാല്യൂ 0 ആണ്. പക്ഷേ ഹൊറിസോണ്ടൽ മോഷൻ ആരാണ്ട്? യുവിന് വാല്യൂ ഉണ്ട്. ഹൊറിസോണ്ടൽ മോഷൻ നമ്മൾ യുവിന് വാല്യൂ കൊടുത്തായിരുന്നു. സോ ഓക്കെ എന്ന് പറയാം, വി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടും -gt എന്ന് കിട്ടും. സോ വി എന്താണ്? നെഗറ്റീവാണ്, ശരിയല്ലേ? നെഗറ്റീവ് GT ആണ്. സോ ഇവിടുത്തെ ടൈം അറിയാമെങ്കിൽ, ഏത് സമയം നമുക്ക് അറിയാമെങ്കിൽ ആ സമയത്തെ ആരെ കണ്ടുപിടിക്കാൻ കഴിയും? വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയും, വെർട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെക്കൻഡിലെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും 10 × 5 50 ആണെന്ന് പറയും. 8 സെക്കൻഡിലെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും 10 × 8 80 ആണെന്ന് പറയും. മനസ്സിലായോ? സോ 80 എന്താണ്? നെഗറ്റീവാണ്, കണ്ടോ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏത് സമയത്തെയും വെലോസിറ്റി പറയാൻ പറ്റും. വെർട്ടിക്കൽ വെലോസിറ്റിയും പറയാൻ പറ്റും, ഹൊറിസോണ്ടൽ വെലോസിറ്റിയും പറയാൻ പറ്റും. ഞാൻ ചോദിക്കുകയാണ് 10 സെക്കൻഡിലെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി നിങ്ങൾ പറയും ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് യാതൊരു മാറ്റമില്ല സാർ. ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും എത്രയായിരിക്കും? യു തന്നെയായിരിക്കും. 10 ആയാലും 20 ആയാലും 40 ആയാലും 100 ആയാലും 900 ആയാലും ആരും മാറത്തില്ല. യുവിൻ്റെ വാല്യൂ മാറത്തില്ല, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ആര് മാറും? വെർട്ടിക്കൽ വെലോസിറ്റി മാറും. 5 സെക്കൻഡിലെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണ്? നിങ്ങൾ പറയും സാർ വി വിച്ച് ഈസ് ഈക്വൽ ടു -gt ആണ്. -10 × 5 -50 m/s ആണെന്ന് പറയും. പറയത്തില്ലേ? ഓക്കെ. സോ നമുക്കിത് അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, യുവിൻ്റെ വാല്യൂ 4 വിചാരിച്ചു. എത്രയാണ്? 4 m/s ആണ് യുവിൻ്റെ വാല്യൂ. അങ്ങനെയെങ്കിൽ 3 സെക്കൻഡിലെ, എത്ര സെക്കൻഡിലാണ്? 3 സെക്കൻഡിലെ ആകെ വെലോസിറ്റി വെക്ടർ പറയാമോ? 3rd സെക്കൻഡിലെ, 3ാമത്തെ സെക്കൻഡിൽ എത്രയാണ് വെലോസിറ്റിയുടെ വാല്യൂ? സോ 3 സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1 2 3. 3 സെക്കൻഡ്, 3 സെക്കൻഡിൽ നമുക്ക് കാര്യം പറയാം. 3 സെക്കൻഡിലാണെങ്കിൽ ഈ വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? അത് 4 തന്നെയാണ്. സോ 4 m/s ആണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. അത് മാറുമോ? അത് മാറത്തില്ല. പക്ഷെ ആര് മാറും? വെർട്ടിക്കൽ വെലോസിറ്റി മാറും, ശരിയല്ലേ? വെർട്ടിക്കൽ വെലോസിറ്റി മാറ്റം ഉണ്ടാവും. എത്രയായിരിക്കും? ആ 3 സെക്കൻഡ് ആവുമ്പോൾ വി വിച്ച് ഈസ് ഈക്വൽ ടു -10 × 3 എത്രയാണ്? 30 എന്ന് വരും. സോ എങ്ങനെയാണ്? -30. താഴേക്ക് 30 ആക്ട് ചെയ്യും. അത്രയും m/s. ഈ കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇപ്പോൾ വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതുന്നേ? ഈ വെക്ടർ എങ്ങനെ എഴുതുന്നേ? വി വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ വി വിച്ച് ഈസ് ഈക്വൽ ടു, ഈ വെക്ടർ എങ്ങനെ എഴുതുന്നേ? ഇങ്ങോട്ട് എത്രയാണ്? x ആക്സിലേക്ക് 4 i ക്യാപ്പ്. ഇനി എന്തുണ്ട്? y ആക്സ് ഉണ്ട്. എന്താ y ആക്സാ? -y ആക്സ്. -30 j ക്യാപ്പ്. അത്ര എന്താണ്? m/s. ഇനി കുഞ്ഞുങ്ങളെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? നിങ്ങൾ പറയും സാർ മാഗ്നിറ്റ്യൂഡ് ഒക്കെ ഞങ്ങൾക്ക് അറിയാം, പറയാനായിട്ട് എളുപ്പമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു √4 × ² +-30 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ആൻസർ. കണ്ടോ? ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? വളരെ എളുപ്പമാണ്. സോ നിങ്ങൾക്ക് വെലോസിറ്റിയെ പറ്റി ഒരു ധാരണ ഉണ്ടായി. ഇനി ഈ ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഈ ഇക്വേഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ? അല്ല, വേറെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ അടുത്ത ഇക്വേഷൻ എടുക്കാൻ പോവാണ്. S ഈസ് ഈക്വൽ ടു ut + ½ ഇത് യൂസ് ചെയ്തുകൂടെ? ചെയ്യാം. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടും? എസിൻ്റെ വാല്യൂ കിട്ടും, വൈൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് വൈ എന്ന് പറയണത്. കണ്ടോ? ഓരോ ഭാഗത്തും വൈൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എന്തുമാത്രം ട്രാവൽ ചെയ്തു, എത്ര ട്രാവൽ ചെയ്തു, ആ വാല്യൂ കിട്ടും. സോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു, പറഞ്ഞേ, വൈ വിച്ച് ഈസ് ഈക്വൽ ടു വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ്. മനസ്സിലായോ? എത്ര ട്രാവൽ ചെയ്തത്? ഇവിടെ ഇത്ര ട്രാവൽ ചെയ്തു, ഇവിടെ ഇത്രയും ട്രാവൽ ചെയ്തു, ഇവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്തു, ഇവിടെ നിന്നും ഇത്രയും ട്രാവൽ ചെയ്തു, ഇവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്തു, ഇവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്തു, ഇവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഫുൾ ട്രാവൽ ചെയ്തു, h ദൂരം ട്രാവൽ ചെയ്തു. മനസ്സിലായോ? സോ എ എന്ന പോയിന്റിൽ ട്രാവൽ ചെയ്തില്ല, ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഇത്രയും ട്രാവൽ ചെയ്തു. എത്ര ട്രാവൽ ചെയ്തേ? ഇത്രയും ട്രാവൽ ചെയ്തു. ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഇത്രയും ട്രാവൽ ചെയ്തു, ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഇത്രയും ട്രാവൽ ചെയ്തു. കണ്ടോ? അങ്ങനെ ലാസ്റ്റ് പോയിന്റ് എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഫുൾ ട്രാവൽ ചെയ്തു, അതായത് ഇത്രയും ട്രാവൽ ചെയ്തു. അതാണ് വൈ എന്ന് പറയുന്നത്. സോ വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആര്? വൈ എന്ന് പറയുന്നത്. വൈ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ എഴുതാം. വൈ വിച്ച് ഈസ് ഈക്വൽ ടു
യുവിൻ്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പറയും സർ വെർട്ടിക്കൽ ഡയറക്ഷനിൽ യുവിൻ്റെ വാല്യൂ 0 ആണെന്ന് ഞങ്ങൾക്കറിയാം ഇതിൻ്റെ വാല്യൂ 0 ആണെന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് കണ്ടോ ഹാഫ് എന്റെ വാല്യൂ എത്രയാണ്? ജി ആണ്, ടി സ്ക്വയർ. സോ വൈ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ആഹാ, ആൻസർ കിട്ടിയല്ലോ നമുക്ക് അല്ലേ? അപ്പം നമുക്ക് ആരെയും കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായോ? സോ സിമ്പിൾ ലോജിക്കാണ്. ഒരു ഫ്രീലി ഫോളിങ് ബോഡിക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ചിന്തിക്കാൻ കഴിയുന്നോ അതെല്ലാ കണ്ടീഷനും ഇവിടെ അപ്ലിക്കബിൾ ആണ്. ശരിയാണോ? ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ബോഡി. അപ്പോൾ ആ ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ കഴിയും. അപ്പോൾ വൈ ആക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീലി ഫോളിങ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ വൈ ആക്സസ് എന്തുപോലെ ആക്ട് ചെയ്യും? ഫ്രീലി ഫോൾ. കാര്യം എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി യുവിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. താഴേക്ക് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ എന്താണത്? ഫ്രീലി ഫോൾ ആണ്. സോ ഫ്രീലി ഫോളിൽ ഏതൊക്കെ ഇക്വേഷൻസ് ആണോ ആപ്ലിക്കബിൾ അതെല്ലാം എവിടെ ആപ്ലിക്കബിൾ ആണ്? വൈ ആക്സസിൽ ആപ്ലിക്കബിൾ ആണ്. സോ ഇക്വലന്റ് ടു ഫ്രീലി ഫോൾ എന്ന് പറയാൻ കഴിയും നമുക്ക്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഇനി ഇക്വേഷൻ യൂസ് ചെയ്യാൻ കഴിയുമോ? ഇനി യൂസ് ചെയ്യാൻ കഴിയും ഇക്വേഷൻസ് ഏതൊക്കെയാണ്? വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയറിന് പകരം പറയാം 0 എന്ന് പറയാം. 2 മൈനസ് 2 ജി എസിന് പകരം വൈ എന്ന് പറയണം. കണ്ടോ? ഈ ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ കഴിയും. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോഡി ആണെങ്കിൽ ഞാൻ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്തു, ആ ബോഡി ഇങ്ങനെ പോയി ഇവിടെ വീണു. അങ്ങനെയെങ്കിൽ 4 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള ബോഡിയുടെ പൊസിഷൻ വെക്ടർ പറയുക. 4 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യുവിൻ്റെ വാല്യൂ എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 4 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷൻ വെക്ടറിനെ പറയുക. അപ്പോൾ നിങ്ങൾ പറയും സർ പൊസിഷൻ വെക്ടറിനെ പറയേണ്ട ജനറൽ ഇക്വേഷൻ എന്താണ്? എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്നാണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ. സോ എക്സിൻ്റെ വാല്യൂ അറിയണം. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ വേണം 4 സെക്കൻഡ്. ടൈം എത്രയാണ് പറഞ്ഞേക്കുന്നത്? ടി വിച്ച് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. സോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആക്സിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. എക്സ് ആക്സിന്റെ വെലോസിറ്റി എത്രയാണ് കുഞ്ഞുങ്ങളെ? എക്സ് ആക്സിന്റെ വെലോസിറ്റി എത്രയാണ്? 2 ആണ്. സോ 2 ഇൻറ്റു ടൈം എത്രയാണ്? 4 ആണ്. 4 വിച്ച് ഈസ് ഈക്വൽ ടു 8 മീറ്ററിന് ആൻസർ കിട്ടും. സോ ഇവിടെ പറയും നമ്മൾ എക്സിന് പകരം പറയും 8 ഐ ക്യാപ്പ്. ഇനി എന്തുണ്ട്? വൈ കണ്ടുപിടിക്കണം. സോ വൈ കണ്ടുപിടിക്കാം. വൈൻ്റെ ഇക്വേഷൻ എന്താണ്? വൈ വിച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കാം. സോ യുവിൻ്റെ വാല്യൂ 0 ആണ്, പ്ലസ് ഹാഫ് എ എത്രയാണ്? ജി ആണ്, ടി സ്ക്വയർ. സോ മൈനസ് നമുക്കറിയാം, ഓൾറെഡി അറിയാം മൈനസ് ആണെന്ന് നമുക്കറിയാം, താഴേക്കാണ് മൈനസ് ആണ്, അതിന് പറയേണ്ട ആവശ്യമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു അടുത്ത എത്രയാണ്? ടി ആണ്. ടി എത്രയാണ്? 4 സെക്കൻഡ് ഉള്ളതാണ്. അപ്പം 4ൻ്റെ സ്ക്വയർ, 4 ഇൻറ്റു 4. സോ വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് കിട്ടും 2, നമുക്ക് ആൻസർ കിട്ടും 80. അത്ര എന്താണ്? മീറ്റർ. സോ എത്രയാണ്? മൈനസ് കണ്ടോ കാര്യം, മൈനസ് വരാൻ കാര്യം എന്താണ്? ഈ മൈനസ് ഇവിടെ വരും. മൈനസ് 80 എന്താണ്? ജെ ക്യാപ്പ്. കണ്ടോ, ഇതാണ് പൊസിഷൻ വെക്റ്റർ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായ പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ മോഷനുമുണ്ട്, മറ്റൊന്ന് വെർട്ടിക്കൽ മോഷനുണ്ട്. ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷനാണ്. സോ യൂണിഫോം മോഷൻ ഇക്വേഷൻ ഉപയോഗിക്കാം. വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീലി ഫോളിങ്ങിന് ഈക്വലൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ വെർട്ടിക്കൽ മോഷനിലെ ലാസ്റ്റ് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? നിങ്ങൾ പറയും സാർ അത് √2gh ആണെന്ന് പറയും. കണ്ടോ, ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? ഇത്രയും താഴേക്ക് വീഴുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? √2gh ആയിരിക്കും. സോ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി √2gh ആണ്. മനസ്സിലായോ? ഇത് ഫ്രീലി ഫോളിംഗ് ബോഡി ഈക്വലൻ്റ് അല്ലേ? എങ്ങനെ കിട്ടിയത്? പറഞ്ഞുതരാം. എങ്ങനെ കിട്ടിയത്? വീണു, താഴെ വീണു. ഈ സാധനം ഈ ബോളാണെങ്കിൽ നേരെ താഴെ വീഴുകയാണ്. എനിക്ക് ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി വേണം. കണ്ടോ, എത്ര ഹൈറ്റാണ്? h ഹൈറ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. y എത്രയാണ്? h ആണ്. ഇത്രയും ദൂരം താഴെ വീണപ്പോൾ ഉള്ള വെലോസിറ്റി, വെർട്ടിക്കൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. യുവിൻ്റെ വാല്യൂ 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. തുടക്കത്തിൽ വെലോസിറ്റി 0 ആണ്. 2g h എത്രയാണ്? ജി അറിയാം. ജീൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നെഗറ്റീവാണ്.
ഇനി എസ് എന്താണ്? അത് എച്ച് ആണ്. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു √2gh. ഉണ്ടോ? അത്രയും വെലോസിറ്റി എങ്ങോട്ടാണ്? താഴേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീലി ഫോളിങ്ങിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇക്വേഷൻസ് ആണോ, എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചോ അതെല്ലാം ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ വെർട്ടിക്കൽ മോഷനിൽ വരുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണോ, ഇങ്ങനെ തിരശ്ചീനമായിട്ടാണോ ഹൊറിസോണ്ടലായിട്ടാണോ എടുത്ത് എറിയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായി അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലായി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. സോ ഇത്രയും കാര്യം മനസ്സിലാണെങ്കിൽ നമുക്കിനി അടുത്ത കോൺസെപ്റ്റിലേക്കും അടുത്ത പ്രോബ്ലംസിലേക്കും പോകാൻ കഴിയും. പോകാമല്ലോ. സോ അടുത്ത പഠിക്കാൻ പോണത് ടൈം ഓഫ് ഫ്ലൈറ്റിലേക്കാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കല്ല് താഴെ വീഴാൻ എത്ര സമയമാണ് ആവശ്യം വന്നത്. സോ ഞാൻ പറഞ്ഞു ഇവിടെ ആണെങ്കിൽ രണ്ട് തരം മോഷൻ ഉണ്ട്. ഇതൊക്കെയാ ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്, അതുപോലെ എന്ത് മോഷൻ ഉണ്ട്? വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. വെർട്ടിക്കൽ മോഷൻ ആർക്ക് ഇക്വലൻ്റ് ആണ്? ഫ്രീലി ഫോളിങ്ങിന് ഇക്വലൻ്റ് ആണ്. എന്താണെങ്കിൽ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണെങ്കിൽ. ശ്രദ്ധിക്കണം, ഹൊറിസോണ്ടലിയാണ് എടുത്തെറിയുന്നതെങ്കിൽ ഹൊറിസോണ്ടലി എടുത്തെറിയുന്നതെങ്കിൽ ഫ്രീലി ഫോളിന് ഇക്വലൻ്റ് ആണ് വെർട്ടിക്കൽ മോഷൻ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നോക്കിയിരിക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. സോ ഞാൻ വൈ ആക്സിനെ മാത്രം എടുക്കാൻ പോവുകയാണ്. കൺസിഡർ വൈ ആക്സിസ് ഓൺലി. വൈ ആക്സിസ് ഓൺലി. വൈ ആക്സിനെ പറ്റി മാത്രമാണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ പറഞ്ഞു തന്നേ, വൈ എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? താഴേക്ക് വേണ്ടി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? -h ആണ്. അങ്ങനെ മൈനസ് വന്ന കാര്യം എന്താണ്? കുഞ്ഞുങ്ങളെ, ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. താഴേക്കല്ലേ ഡിസ്പ്ലേസ്മെന്റ്? അതെന്താണ്? -h ആണ്. മനസ്സിലായോ? സോ താഴേക്ക് വന്നതുകൊണ്ട് -h. ഇത്ര മനസ്സിലായോ? h എന്ന് പറഞ്ഞാലും മതി, എന്നാൽ ഞാൻ കൂടുതൽ മനസ്സിലാക്കി തരികയാണ്. അത് -h എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ h ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ മീനിങ് എന്താണ്? -h എന്നാണ്. ഓക്കെ, യുവിൻ്റെ വാല്യൂ എത്രയാണ്? യുവിൻ്റെ വാല്യൂ 0 ആണ്. എന്താ 0 ആയത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് പരിഗണിക്കുന്നത്. ഹൊറിസോണ്ടൽ മോഷൻ മറന്നു കളഞ്ഞേക്ക്. വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഉള്ളൂ. സോ വെർട്ടിക്കൽ മോഷൻ്റെ ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ മോഷൻ്റെ ടൈം കണ്ടുപിടിച്ചാലും എല്ലാം സെയിം ആണ്. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ പഠിച്ചതാണ്. മോഷനെ പ്ലെയിൻ്റെ ഫുൾ കോൺസെപ്റ്റിലും പറഞ്ഞതാണ്. എക്സ് ആക്സിനും വൈ ആക്സിനും കോമൺ ആയിട്ട് ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. ആരാണ്? ടൈം. എക്സ് ആക്സിലെ ടൈം എത്രയാണോ അത് തന്നെയായിരിക്കും വൈ ആക്സിനും ഉണ്ടാവുന്നത്. സോ ഇവിടെ ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിനും വൈ ആക്സിനും എല്ലാം ഒരേ കണക്കാണ്. ഞാൻ വൈ ആക്സിസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. യുവിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. എ എത്രയാണ്? അത് -g ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? ടൈം കണ്ടുപിടിക്കും. നമുക്ക് ടൈമിന് ക്യാപിറ്റൽ ടി എന്ന് പറയാം. ക്യാപിറ്റൽ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം AC = ut + ½ AT² ആണ്. ഇവിടെ എസിന് പകരം പറയണം -h, വിച്ച് ഈസ് ഈക്വൽ യുവിൻ്റെ വാല്യൂ 0 ആണ്. സോ ഈ ടേം ഫുള്ള് പോയി. സോ -12gT². ടി എന്താണ്? ക്യാപിറ്റൽ ടി ആണ് അല്ലേ? ക്യാപിറ്റൽ ടി. ഓക്കെ, നമുക്ക് ആരെയും മൈനസും ക്യാൻസൽ ആയി പോയി. പിന്നെ ആരുണ്ട്? നമുക്ക് ഈ T² കണ്ടുപിടിക്കണം. ഇതിനെ ഇവിടെ കൊണ്ടുവരാം. സോ T² വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കിയെല്ലാം കൊണ്ടുവരെ 2h/g ആണ്. സോ വാട്ട് ഈസ് T? T വിച്ച് ഈസ് ഈക്വൽ ടു √2h/g. ഉണ്ടോ? √2h/g. സോ ഇവിടെ ആര് കോൺസ്റ്റൻ്റ് ആണ്? ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ താഴേക്ക് വീഴാൻ ആവശ്യമായ സമയം. ഉണ്ടോ? ഒരു ബോഡി താഴേക്ക് വീഴാൻ ആവശ്യമായ സമയം എത്രയാണ്? T വിച്ച് ഈസ് ഈക്വൽ ടു √2h/g. ഇനി നമുക്ക് ഇവിടെ ആരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്? 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, g ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്ക് പറയാം T പ്രൊപ്പോർഷണൽ ടു എന്താണ്? √h ആണ്. T പ്രൊപ്പോർഷണൽ ടു √h ആണ്. ഇതിന് റിലേഷൻ ഉണ്ടാക്കാൻ അറിയാമല്ലോ. കണക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം. T1/T2 വിച്ച് ഈസ് ഈക്വൽ ടു √h1/h2 എന്നൊക്കെ പറഞ്ഞ് കണക്കൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഞാൻ റിലേഷൻ പറഞ്ഞു തരുന്നത്. ഓക്കെ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പോവുകയാണ്. ടൈം ഓഫ് ഫ്ലൈറ്റിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക കുഞ്ഞുങ്ങളെ. ഇവിടെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റിനകത്ത് യു ഉണ്ടോ? ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? എച്ച് മാത്രമേ ഉള്ളൂ. ആരില്ല? യു ഇല്ല. അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായാലും അതൊന്നും ആരെ ബാധിക്കുന്നില്ല? ടൈം ഓഫ് ഫ്ലൈറ്റിനെ ബാധിക്കുന്നില്ല. അതായത് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. കേട്ടിരിക്കുക. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ബോളുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ബോൾ എറിയാൻ പോവുകയാണ്. ഹൊറിസോണ്ടൽ പൊസിഷൻ ഏർപ്പെടുത്താൻ പോവുകയാണ്. സോ കൂട്ടുകാരൻ എടുത്തെറിഞ്ഞു. കൂട്ടുകാരൻ ഇങ്ങനെ എടുത്തെറിഞ്ഞു. ഉണ്ടോ? അവൻ ഹൊറിസോണ്ടൽ എടുത്തെറിഞ്ഞു. ബോൾ ഇങ്ങനെ പോയി. ഞാൻ എന്ത് ചെയ്ത്? ആ സമയത്ത് ബോൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഞാൻ എടുത്തെറിഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്ത്? വിട്ടു. താഴേക്ക് വിട്ടു.
സോ എ എന്ന ബോൾ ഇങ്ങനെ പോയി, ബി എന്ന ബോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഏത് ബോളായിരിക്കും ആദ്യം താഴെ വീഴുന്നത്? കൂട്ടുകാരൻ എറിഞ്ഞ ബോളാണോ, ഞാൻ ഡ്രോപ്പ് ചെയ്ത ബോളാണോ താഴെ വീഴുന്നത്? രണ്ട് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ്, ഞാൻ എന്ത് ചെയ്ത് ഇത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ എയുടെ കണ്ടീഷൻ പറയാൻ പോവാണ്. എയുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് പറഞ്ഞേ, ടൈം ഓഫ് ഫ്ലൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു √2h ഡിവൈഡ് ബൈ ജി. സോ 2h എത്രയാണ്? ഈ ഹൈറ്റ് ഡിവൈഡ് ബൈ ജി. സോ ആൻസർ എത്ര കിട്ടി? നമുക്ക് ടി കിട്ടി. മനസ്സിലായോ? ഇനി എൻ്റെ കാര്യം നോക്കാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്ത് ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇക്വേഷൻ എത്ര ഉപയോഗിക്കുന്നത്? ടി വിച്ച് ഈസ് ഈക്വൽ √2h ഡിവൈഡ് ബൈ ജി. യു ഉണ്ടോ ഇവിടെ? ഇല്ല. സോ എൻ്റെ യു എന്ന് പറഞ്ഞാൽ 0 ആണ്, കൂട്ടുകാരൻ്റെ യു എന്താണ്? യു ഉണ്ട് താനും. പക്ഷേ അതൊന്നും എവിടെ വരത്തില്ല? ഇക്വേഷൻ വരത്തില്ല. അതിൻ്റെ മീനിങ് എന്താണ്? രണ്ട് ബോളും ഒരേ സമയത്ത് താഴെ വീഴും. മനസ്സിലായോ? സോ ഇത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. എന്താണ്? ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ ഇങ്ങനെയാണ് എടുത്തെറിയുന്നതെങ്കിൽ നിങ്ങൾ എത്ര സ്പീഡിൽ എടുത്തെറിഞ്ഞാലും ഒരു കാര്യവുമില്ല, എല്ലാ കല്ലും ഒരേ രീതിയിലായിരിക്കും താഴെ വീഴുന്നത്. കാരണം എന്താണ്? ആ കല്ലിനെ താഴേക്ക് വീഴുന്നത് എന്ത് മോഷനാണ്? വെർട്ടിക്കൽ മോഷനാണ്. വെർട്ടിക്കൽ മോഷനിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി അവിടെ ബാധകമാണോ? അല്ല. വെർട്ടിക്കൽ മോഷനിൽ കല്ല് താഴേക്ക് വീഴണമെങ്കിൽ എന്ത് മോഷൻ വേണം? വെർട്ടിക്കൽ മോഷൻ വേണം. ഏത് കല്ല് ഹൊറിസോണ്ടൽ എങ്ങനെ സ്പീഡ് എടുത്തെറിഞ്ഞു കഴിഞ്ഞാലും ആ വെലോസിറ്റി ഒന്നും ആർക്ക് ബാധകമല്ല? വെർട്ടിക്കൽ മോഷന് ബാധകമല്ല. വെർട്ടിക്കൽ മോഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? വെർട്ടിക്കൽ മോഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ആരാ ആക്സലറേഷൻ കൊടുക്കുന്നത്? ഭൂമിയാണ്. സോ ഭൂമി ഓരോ ബോളിനും പക്ഷാഭേദം കാണിക്കുമോ? ഇല്ല. എല്ലാ ബോളും ഭൂമി നോക്കുന്നത് ഒരുപോലെയാണ്, ഒരേ സ്പീഡിൽ താഴെ വലിച്ചിടും. അത് ഏത് ബോളായാലും ഒരേ സമയത്ത് താഴെ വീഴും. എന്ത് മോഷനിൽ? ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ. ശ്രദ്ധിക്കണം, ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ. ഇത്തരം കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ മനസ്സിലായി. ടൈം ഓഫ് ഫ്ലൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് കുഞ്ഞുങ്ങളെ? √2h ഡിവൈഡ് ബൈ ജി. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കണക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇതേ സംഭവം ടി വിച്ച് ഈസ് ഈക്വൽ ടു √2h ഡിവൈഡ് ബൈ ജി ഇല്ലേ? അത് ആർക്കും ബാധകമാണ്? ഹൊറിസോണ്ടൽ മോഷനും ബാധകമാണ്. ബോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ എത്ര സമയം വേണ്ടി വന്നു? ഇത്രയും സമയം വേണ്ടി വന്നു. ബോൾ ഇവിടെ നിന്ന് താഴെ വീണ് എത്ര സമയം വേണ്ടി വന്നു? ഇത്രയും സമയം വേണ്ടി വന്നു. അതായത് ടൈം ആകെ കോൺസ്റ്റന്റ് ആണ്. വെർട്ടിക്കൽ മോഷനും ഹൊറിസോണ്ടൽ മോഷനും ടൈമിൻ്റെ വാല്യൂ സെയിം ആണ്. സോ ഈ ടൈം എവിടെയൊക്കെ ഉപയോഗിക്കാം? നിങ്ങൾക്ക് വെർട്ടിക്കൽ മോഷൻ ഉപയോഗിക്കാം, ഹൊറിസോണ്ടൽ മോഷൻ ഉപയോഗിക്കാം. ഓക്കെ ആണോ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. അടുത്ത കോൺസെപ്റ്റ് അടുത്തയാണ് റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്. എന്താ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കല്ലിനെ എടുത്ത് ഇങ്ങനെ എറിയാണ്, ഹൊറിസോണ്ടൽ പൊസിഷൻ നടത്തുകയാണ്. ഹൊറിസോണ്ടൽ പൊസിഷനിലാണെങ്കിൽ കല്ല് നേരെ പോയി ഇവിടെ നിന്ന് വീഴും. സോ നമ്മുടെ ടവറിൻ്റെ ആ ചുവട്ടിൽ നിന്നും ഈ കല്ല് വീണത് എത്രയാണ്? ഇത്രയും അകലെയാണ്. ഈ അകലത്തിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അഥവാ റേഞ്ച്. മനസ്സിലായോ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അഥവാ റേഞ്ച്. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് ഡിസ്റ്റൻസ് ആണ്? എന്ത് മോഷനാണ്? അത് ഹൊറിസോണ്ടൽ മോഷനാണ്. ഹൊറിസോണ്ടൽ മോഷൻ. ഹൊറിസോണ്ടൽ മോഷനാണ്. ഹൊറിസോണ്ടൽ മോഷൻ എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. അവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങൾ പറയും സാർ ഞങ്ങൾക്കറിയാം എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. യു എന്താണ്? യു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത വെലോസിറ്റിയാണ് യു. ടി എന്താണ്? ഈ സഞ്ചരിക്കാൻ ആവശ്യമായ ആകെ സമയം. ആകെ സമയം എത്രയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എത്രയാണ്? പറഞ്ഞു തന്നേ. ഇക്വേഷൻ എത്രയാണ്? √2h ഡിവൈഡ് ബൈ ജി ആണ്. അങ്ങനെയെങ്കിൽ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, എക്സിന് റേഞ്ച് എന്ന് പറയാം. ഓക്കെ, റേഞ്ച് വിച്ച് ഈസ് ഈക്വൽ ടു യു അതുപോലെ എഴുതി ഇൻറ്റു ടൈമിന് പകരം പറയും √2h ഡിവൈഡ് ബൈ ജി. നോക്കേ, റേഞ്ചിൻ്റെ കൂടെ ആരുണ്ട്? യു ഉണ്ട്. അതായത് കൂടുതൽ സ്പീഡാണ് നിങ്ങൾ എടുത്തെറിയുന്നതെങ്കിൽ കൂടുതൽ സ്പീഡ് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റേഞ്ച് കാണിക്കും. കുറഞ്ഞ സ്പീഡ് എടുത്തെറിയുന്നതെങ്കിൽ കുറച്ച് റേഞ്ച് കാണിക്കും. സോ യുവിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് റേഞ്ചിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇത്രയും മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ്റെ ആണെങ്കിൽ തിയറി മനസ്സിലായി, മാക്സിമം റേഞ്ചിൻ്റെ കാര്യം മനസ്സിലായി, അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ കാര്യം മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്കിനി ക്വസ്റ്റ്യൻ പാർട്ടിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലാവും. ഓരോ ക്വസ്റ്റ്യനും ഓരോ കോൺസെപ്റ്റുകളാണ്. ഓക്കെ, നോക്കാം നമുക്ക്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്നല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച അതേ കോൺസെപ്റ്റാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 490 മീറ്റർ വിത്ത് സ്പീഡ് 98 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ഫൈൻഡ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ സ്പീഡ് 98 നടക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ 98
9.8 ഓക്കെ 98 അല്ലെങ്കിൽ 9.8 അല്ലെങ്കിൽ 980 അല്ലെങ്കിൽ 490 അല്ലെങ്കിൽ 4.9 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ 19.6. സോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കണം ജീൻ്റെ വാല്യൂ 9.8 എടുക്കണം. കാരണം എന്നാൽ വെട്ടിക്കളയും എന്ത് ചെയ്യും, ഒരു ആൻസർ കിട്ടും. അല്ല ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ എന്നാൽ 200, 20, 30, 40 അങ്ങനെയൊക്കെ ആണെങ്കിൽ ജീൻ്റെ വാല്യൂ എടുക്കണം, 10 എടുക്കണം. സോ ഇവിടെയാണെങ്കിൽ ഞാൻ ജീൻ്റെ വാല്യൂ 9.8 എടുക്കും. എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 98 മീറ്റർ/സെക്കൻഡ് എന്ന്. സോ എനിക്ക് മനസ്സിലായി ജീൻ്റെ വാല്യൂ 9.8 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ആൻസർ കിട്ടും. സോ ഞാനാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ജി എടുക്കുന്നത് എത്രയായിട്ടാണ്? 9.8 ആയിട്ടാണ്. സോ ജി വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ 9.8 മീറ്റർ/സെക്കൻഡ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ കുഞ്ഞുങ്ങളെ? √2h ഡിവൈഡ് ബൈ ജി ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ടവറിൻ്റെ ഹൈറ്റ് എത്രയാണ്? അത്രയും വലിയ താഴെ വീഴുന്നത്. നോക്ക് ക്വസ്റ്റ്യൻ എന്താ പറയണേ? ക്വസ്റ്റ്യൻ പറയുന്നത് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് എത്രയാണ്? ഒരു ടവറിൻ്റെ ടോപ്പിൽ നിന്നും ഒരു ബോഡി എന്ത് ചെയ്യാണ്? ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ആ ടവറിൻ്റെ ഹൈറ്റ് എത്രയാണ്? h വിച്ച് ഈസ് ഈക്വൽ ടു 490 മീറ്റർ ആണ്. ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണ്, നേരെ താഴെ വന്ന് വീഴും. പിന്നെ എന്താ പറഞ്ഞേക്കണേ? ആ സ്പീഡ് എന്ന് പറയുന്നത് യുവിൻ്റെ വാല്യൂ എത്രയാണ്? 98 മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? സോ ടൈം ഓഫ് ഫ്ലൈറ്റ് √2h ഡിവൈഡ് ബൈ ജി ആണ്. സോ √2 എഴുതി. ഇനി h എന്ന് എത്രയാണ്? ഇൻറ്റു 490 ഡിവൈഡ് ബൈ ജി 99.8 അല്ലേ? സോ വെട്ടിക്കളയുമ്പോൾ എത്ര കിട്ടും? 50. സോ 100 √100 എന്ന് പറഞ്ഞാൽ 10. സോ ആൻസർ 10 സെക്കൻഡ് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിളാണ്. ഇനി എന്ത് കണ്ടുപിടിക്കാം? റേഞ്ച് കണ്ടുപിടിക്കാം. നമുക്കിനി റേഞ്ച് കണ്ടുപിടിക്കാം. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് വിച്ച് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടൈം പീരീഡ് ആണ്. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു യു എത്ര കുഞ്ഞുങ്ങളെ? അത് 98 ആണ്. ടൈം എത്രയാണ്? എത്ര സെക്കൻഡ് വേണം? 10 സെക്കൻഡ് വേണം താഴെ വീഴാനായിട്ട്. അങ്ങനെ റേഞ്ച് എത്രയായിരിക്കും? 980 മീറ്റർ ആയിരിക്കും. മനസ്സിലായോ? സോ ഇത് ടവറാണ്. ടവറിൽ നിന്ന് കല്ലെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞാണ് 98 മീറ്റർ/സെക്കൻഡിൽ എറിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ താഴെ വീഴാൻ എത്ര സമയം വേണം? താഴെ വീഴാൻ 10 സെക്കൻഡ് വേണം. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് എത്രയാണ്? ഇങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു അവിടുത്തെ വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു അതിനാവശ്യമായ സമയം. നമുക്ക് താഴെ വീഴാൻ ആവശ്യമായ എത്ര സമയമുണ്ടോ അത്രയും സമയം തന്നെ വേണം എന്ത്? ഹൊറിസോണ്ടൽ മോഷനും. സോ ഞാനാണെങ്കിൽ ഇവിടുത്തെ ടൈം താഴെ വീഴാൻ ആവശ്യമായ സമയം എവിടെ ഇട്ട് കൊടുത്തു? ഹൊറിസോണ്ടൽ മോഷൻ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ആൻസർ കിട്ടി. സോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ടൈം എന്ന് പറയുന്നത് വെർട്ടിക്കൽ മോഷനിലും ഹൊറിസോണ്ടൽ മോഷനിലും സെയിം ആണ്. സോ ഈ ടൈം എവിടെ ഉപയോഗിക്കാം? ഹൊറിസോണ്ടൽ മോഷനിലും യൂസ് ചെയ്യാൻ കഴിയും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ഹൈറ്റ് 20 മീറ്റർ. സോ 20 മീറ്റർ ഹൈറ്റിൽ നിന്നും ഒരു ബോഡി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ടോ? എ ലൈൻ ജോയിനിങ് ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. സോ ഇവിടെ നിന്നും പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ സ്ട്രൈക്കിംഗ് പോയിന്റ് ഓൺ ഗ്രൗണ്ട് മേക്സ് 45 ഡിഗ്രി. സോ സ്ട്രൈക്കിംഗ് പോയിന്റ് ഓൺ ഗ്രൗണ്ട് ഇതാണ് താഴെ വീണ പോയിന്റ്. സോ ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ഏത് ആംഗിളാണ്? ഈ ആംഗിളാണ് 45 ഡിഗ്രി. സോ എത്രയാണത്? 90. അപ്പോൾ എത്രയായിരിക്കും ഇത്? 45 ഡിഗ്രി. ഇത്രയും മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ആണ്. ഫ്രം ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നും 45 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ദെൻ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. യുവിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത് ഈ ആംഗിൾ തന്നു. ഉണ്ടോ? ഈ ആംഗിൾ തന്നിട്ട് പറയുകയാണ് അങ്ങനെയെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? നമ്മളുടെ ഇനിഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഹൈറ്റ് എന്തുകൊണ്ട് എത്രയാണ്? 20 മീറ്റർ ആണ് അല്ലേ? ഹൈറ്റ് എത്രയാണ്? h ഈസ് ഈക്വൽ എത്രയാണ്? 20 മീറ്റർ ആണ്. ഓക്കെ. നമുക്ക് ആദ്യമേ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ്. എങ്ങനെ പിടിക്കും? ഈ ട്രയാങ്കിളിൽ നിന്നാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഈ ആംഗിളും സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് നടക്കുന്ന സൈഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് നടക്കുന്ന സൈഡ് എത്രയാണ്? 20 മീറ്റർ ആണ്. അങ്ങനെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് നടക്കുന്ന സൈഡ് എത്രയായിരിക്കും? അതും 20 ആയിരിക്കണം. സോ ഈസിയാണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എത്രയാണ്? റേഞ്ച് വിച്ച് ഈസ് ഈക്വൽ ടു റേഞ്ച് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? r വിച്ച് ഈസ് ഈക്വൽ ടു 20 മീറ്റർ ആണ്. ആൻസർ കിട്ടി. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. ടി വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ. ടി വിച്ച് ഈസ് ഈക്വൽ ടു √2h ഡിവൈഡ് ബൈ ജി ആണ്.
വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എച്ച് എത്രയാണ് 20 ആണ്. ജി നമുക്ക് 10 എടുക്കാം. സോ നമുക്ക് ആൻസർ കിട്ടും 4 അല്ലെങ്കിൽ 2 എന്ന് ആൻസർ കിട്ടും. 2 സെക്കൻഡ്. റൂട്ട് 4 അല്ലെങ്കിൽ 2 സെക്കൻഡ്. നമുക്ക് ആറിൻ്റെ വാല്യൂ അറിയാം. ആർ വിച്ച് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി ആണ്. സോ യു വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ ടി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ആർ എത്രയാണ് 20 ആണ്. ഡിവൈഡ് ബൈ ടി എത്രയാണ് 2 ആണ്. നമുക്ക് ആൻസർ കിട്ടും എത്രയാണ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. സോ യുവിൻ്റെ വാല്യൂ എത്രയാണ്? യുവിൻ്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻ എയ്റോപ്ലെയിൻ ഈസ് ഫ്ലൈയിങ് ഹൊറിസോണ്ടലി അറ്റ് ഹൈറ്റ് 4500 മീറ്റർ. സോറി, എയ്റോപ്ലെയിൻ ഉണ്ട്. ഇത് നമ്മുടെ എയ്റോപ്ലെയിൻ ആണ്. എയ്റോപ്ലെയിൻ പോകുന്ന സ്പീഡ് എത്രയാണ്? അല്ലെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ആണ് എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 4500 മീറ്റർ. 4500 മീറ്റർ. വിത്ത് സ്പീഡ് യു ഉണ്ട്. ഉണ്ടോ? അതിൻ്റെ യു എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. 50 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് റിലീസ്ഡ്. കുഞ്ഞുങ്ങളെ റിലീസ്ഡ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഡ്രോപ്പ് എന്നാണ് മീനിങ്. എന്താണ് അതിൻ്റെ മീനിങ്? ഡ്രോപ്പ്. ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ടോ? ഒരു ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്തത്. വിമാനം ഒരു ഫുഡ് പാക്കറ്റ് ഡ്രോപ്പ് ചെയ്തു. ഫ്രം ഇറ്റ് ദെൻ ഫൈൻഡ് ടൈം ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ് ടു റീച്ച് ദ ഗ്രൗണ്ട്. സോ ഈ ഒബ്ജക്റ്റ് താഴെ വീഴാനെടുത്ത സമയം കണ്ടുപിടിക്കണം. സോ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് വെലോസിറ്റിയാണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അതുപോലെ ഇത് ഫ്രീലി ഫോളിംഗ് ആണ്. സോ വെർട്ടിക്കൽ മോഷൻ എന്തായിരിക്കും? ഫ്രീലി ഫോളിംഗ് ആയിരിക്കും. പക്ഷേ എന്തുണ്ട്? അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഉണ്ട്. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഉണ്ട്, വെർട്ടിക്കലി ഫ്രീലി ഫോളിങ്ങിൻ്റെ കാര്യം എടുക്കുകയും ചെയ്യണം. സോ ഈ ഡ്രോപ്പ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് പാക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അതിങ്ങനെ പരാബോളിക്കലി മൂവ് ചെയ്യും. സോ ഇതിനൊരു സ്പീഡുണ്ട്. എന്ത് സ്പീഡുണ്ട്? ആ യു എന്ന സ്പീഡുണ്ട് അല്ലേ? യു എന്ന ഒരു ഹൊറിസോണ്ടൽ സ്പീഡുണ്ട്. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ യു എന്ന ഹൊറിസോണ്ടൽ സ്പീഡുണ്ട്. അതുപോലെ ഗ്രാവിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതിൻ്റെ വാല്യൂ, അതായത് വെലോസിറ്റി, താഴേക്കുള്ള വെലോസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അതായത് നമുക്ക് മനസ്സിലായി ഈ ഒരു ഫുഡ് പാക്കറ്റിന് 2 വെലോസിറ്റി ഉണ്ട്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. നമുക്കത് കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കണം. അത് ഈസി കണ്ടുപിടിക്കാം. ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 2h ഡിവൈഡ് ബൈ ജി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എച്ച് എത്ര? 4500 ഡിവൈഡ് ബൈ ജി എത്രയാണ്? 10 എടുക്കാം. സോ ആൻസർ കിട്ടും റൂട്ട് 900 അല്ലേ? 900 ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു 30 സെക്കൻഡ്. നമുക്ക് ആൻസർ എത്ര കിട്ടി? ടി വിച്ച് ഈസ് ഈക്വൽ ടു 30 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ. സോ 30 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്ത് ഈ ഫുഡ് പാക്കറ്റ് താഴെ വീഴും. ഈ ഒബ്ജക്റ്റ് താഴെ വീഴും. ഇത്രയും മനസ്സിലായോ? സോ വെർട്ടിക്കൽ ടൈമും ഹൊറിസോണ്ടൽ ആവശ്യമായ ടൈമും സെയിം ആണ്. ഇനി നോക്കണം, ഈ വിമാനത്തിലിരിക്കുന്ന പൈലറ്റ് നോക്കുകയാണ്. പൈലറ്റ് നോക്കുമ്പോൾ ഈ ഫുഡ് പാക്കറ്റിൻ്റെ ഹൊറിസോണ്ടൽ സ്പീഡും അതുപോലെ വിമാനത്തിൻ്റെ ഹൊറിസോണ്ടൽ സ്പീഡും സെയിം തന്നെയാണ്. സോ വിമാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്ത് ഫുഡ് പാക്കറ്റിനെ ഡ്രോപ്പ് ചെയ്തു. സോ ഫുഡ് പാക്കിൻ്റെ ഹൊറിസോണ്ടൽ സ്പീഡും വിമാനത്തിൻ്റെ ഹൊറിസോണ്ടൽ സ്പീഡും സെയിം ആണ്. സോ വിമാനത്തിൽ നിന്ന് ഒരാൾ എപ്പോഴും താഴോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും? ആ വിമാനത്തിന് അടിയിൽ കാണും എന്ത്? ഫുഡ് പാക്കറ്റ്. കണ്ടോ? ഫുഡ് പാക്കറ്റ് എന്ത് ചെയ്യാണ്? വിമാനത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. മനസ്സിലായോ? സോ മോശം എങ്ങനെയാണ്? ഫുഡ് പാക്കറ്റ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഉണ്ടോ? അതായത് വിമാനത്തിൻ്റെ ഹൊറിസോണ്ടൽ സ്പീഡ് എത്രയാണോ അത് തന്നെയായിരിക്കും ആരുടെ ഹൊറിസോണ്ടൽ സ്പീഡും? ഫുഡ് പാക്കറ്റിൻ്റെ ഹൊറിസോണ്ടൽ സ്പീഡും. സോ വിമാനത്തിരിക്കുന്ന ആൾ താഴേക്ക് നോക്കിയാൽ വിമാനത്തിനടിയിൽ എപ്പോഴും എന്ത് കാണാം? ഫുഡ് പാക്കറ്റിനെ കാണാം. നമുക്ക് ഇങ്ങനെ പോവുകയല്ല ചെയ്യുന്നത്. വിമാനം എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യുകയാണ്. വിമാനം മൂവ് ചെയ്യുകയാണ്, ഫുഡ് പാക്കറ്റ് മൂവ് ചെയ്യുകയാണ്. എന്ത് വെലോസിറ്റിയിൽ? ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ. സോ ഫുഡ് പാക്കറ്റ് വിമാനവും ഒരുമിച്ചാണ്, ഒരേ ഹൊറിസോണ്ടൽ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം എവിടെ നോക്കിയാലും കണ്ടോ, ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ എന്ത് ചെയ്യാം? വിമാനത്തിനടിയിൽ ആരെ കാണാം? ഫുഡ് പാക്കറ്റിനെ കാണാൻ കഴിയും. ഇത്തരം കാര്യം മനസ്സിലായോ? അങ്ങനെ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഇസ് റിലീസ് ഫ്രം ദ ഗ്രൗണ്ട്. സോ ഈ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ റേഞ്ച് വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? യു ഇൻറ്റു ടി ആണ്. യു എത്ര കുഞ്ഞുങ്ങളെ? 50 ആണ്. ഇൻറ്റു ടി എത്രയാണ്? 30 ആണ്. 30 സെക്കൻഡ് അല്ലേ? ഓക്കെ, 30 സെക്കൻഡ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 11500. അത്ര എന്താണ്? മീറ്റർ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വേണം ആൻസർ ചെയ്യാനായിട്ട്? പെട്ടെന്ന് ആൻസർ ചെയ്യാം. 1 സെക്കൻഡ് മതി ആൻസർ കണ്ടുപിടിക്കാനായിട്ട് അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 4th ക്വസ്റ്റ്യൻ ആണ്. 2 ബിൽഡിംഗ് എ ആൻഡ് ബി, 2 ബിൽഡിംഗ് ഉണ്ട്. നോക്ക്, എ എന്ന ബിൽഡിംഗ് ഉണ്ട്, ബി എന്ന മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. ആർ പ്രസന്റ് അറ്റ്
എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 180 മീറ്റർ. അവയ്ക്കിടയിൽ അകലം എത്രയാണ്? 180 മീറ്റർ ആണ്. ഫ്രം ഈച്ച് അതർ, ഹൈറ്റ് ഓഫ് എയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈസ് 45 മോർ ദാൻ ദാറ്റ് ഓഫ് ബി. സോ ബിയുടെ ഹൈറ്റിനേക്കാളും, അപ്പം ഈ ഡിസ്റ്റൻസ് നോക്ക്, ഈ ഡിസ്റ്റൻസ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 45 മീറ്റർ ആണ്. ഉണ്ടോ? എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഹൈറ്റ് ഓഫ് എ ഈസ് മോർ, എത്രയാണ്? 45 മീറ്റർ മോർ ദാൻ ദാറ്റ് ഓഫ് ബി. ഉണ്ടോ? ബിയേക്കാളും 45 മീറ്റർ കൂടുതലാണ്. Then find the minimum horizontal velocity required by a body to reach from A to B. So എയിൽ നിന്നും ഒരു ബോഡി എടുത്തെറിയാൻ പോവുകയാണ്, നമ്മൾ ഇങ്ങോട്ട് എറിയാൻ പോവുകയാണ്. ഉണ്ടോ? യു എന്ന വെലോസിറ്റി എടുക്കാൻ പോവുകയാണ്. ഒരു ബോഡി ഇങ്ങോട്ട് എടുത്തെറിയാൻ പോവുകയാണ്, അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? യു. സോ ഈ ബോഡി എന്ത് ചെയ്യണം? നേരെ പോയി ഇവിടെ വന്ന് വീഴണം, ഇവിടെ വന്ന് വീഴണം. അതിനാവശ്യമായ മിനിമം വെലോസിറ്റി എത്രയാണ്? ഓക്കെ, നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് വേണം, റേഞ്ച് വേണം. റേഞ്ച് ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 180 മീറ്റർ ആണ് റേഞ്ച്. സോ റേഞ്ച് എഴുതാം, ആർ വിച്ച് ഈസ് ഈക്വൽ ടു 180 മീറ്റർ. പിന്നെ എച്ച് വേണം. നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ ഇത്രയും മാത്രമേ ഉള്ളൂ അല്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് കണക്കാക്കി. അങ്ങനെയെങ്കിൽ ഇതെന്താ കുഞ്ഞുങ്ങളെ? ആ പ്രൊജക്ടൈൽ മോഷൻ്റെ ആ ഹൈറ്റാണ്, പ്രൊജക്ടൈൽ മോഷൻ്റെ ഹൈറ്റാണ്, എച്ച് ആണ്. മനസ്സിലായോ? നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഹൈറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താണ്? ഈ പ്രൊജക്ടൈലിൻ്റെ ഹൈറ്റ് ഇത്രയുമാണ് നമ്മുടെ കണക്ക്. മനസ്സിലായോ? സോ ഹൈറ്റ് എത്രയാണ്? എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു 45 മീറ്റർ. അങ്ങനെ ടൈം കണ്ടുപിടിച്ചുകൂടെ? പെട്ടെന്ന് പറയും ടൈം എത്രയാണ്? ഇവിടെ നിന്നും കല്ല് ഇവിടെ എത്താൻ എത്ര സമയം വേണ്ടി വരും? നിങ്ങൾ പറയും സാർ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, സാർ പറഞ്ഞതുകൊണ്ട് 2h/g ആണ്. അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. റൂട്ട് 2 ഇൻറ്റു എച്ച് എത്രയാണ്? 45 ആണ്. /g നമുക്ക് 10 എടുക്കാം. എത്രയാണ്? 90 / 10 എത്രയാണ്? 9. റൂട്ട് 9 എത്രയാണ്? 3. സോ ആൻസർ എത്രയാണ്? 3 സെക്കൻഡ്. സോ നമുക്ക് അത്ര കിട്ടി, ടൈമിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 3 സെക്കൻഡ് ആൻസർ കിട്ടി. ഓക്കെ ആണോ? ഇനി എന്ത് വേണം? നമുക്ക് വേണ്ടുന്നത് യുവിൻ്റെ വാല്യൂ ആണ്. റേഞ്ച് ഉണ്ടല്ലോ, നമുക്ക് റേഞ്ച് ഉണ്ട്. അപ്പോൾ റേഞ്ചിന് ഇക്വേഷൻ എഴുതാം, ആർ വിച്ച് ഈസ് ഈക്വൽ ടു യു ഇൻറ്റു ടി എന്നാണ്. സോ ആറിൻ്റെ വാല്യൂ ഉണ്ട് എത്രയാണ്? 180. യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ടി എത്രയാണ്? 3 ആണ്. മനസ്സിലായോ? സോ യു വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 180 / 3 വിച്ച് ഈസ് ഈക്വൽ ടു 60 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. എളുപ്പമല്ലേ? എത്ര സമയം വേണം കണ്ടുപിടിക്കാനായിട്ട്? സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ലോജിക്ക് നമുക്കറിയാം, അത് ചെയ്യുന്ന രീതി നമുക്കറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, സാധ്യമായ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരും, എല്ലാ ടൈപ്പും ഞാൻ ചെയ്ത് കാണിച്ചു തരും. അത് സിമ്പിൾ ആയിക്കോട്ടെ, കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണോ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്, എന്തെല്ലാം മോഡലാണോ കാണേണ്ടത്, അതെല്ലാം ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരും. അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ DPPയിൽ ഉണ്ടാകും. അപ്പോൾ അതും പോയി എന്ത് ചെയ്യണം, അതും ചെയ്ത് വരുമ്പോഴത്തേക്കും സെറ്റാണ്. പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ വിത്ത് സ്പീഡ് 30 മീറ്റർ പെർ സെക്കൻഡ്. സോ ഒരു ബോഡി എന്ത് ചെയ്യാണ്? ഞാനിങ്ങനെ ടോപ്പ് ഓഫ് എ ടവറിൻ്റെ മുകളിൽ എടുത്ത് എറിയാൻ പോവുകയാണ്. അതിൻ്റെ സ്പീഡ് യുവിൻ്റെ വാല്യൂ എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. സോ ടവറിൻ്റെ മുകളിൽ നിന്ന് എടുത്തെറിയാൻ പോവുകയാണ് അല്ലേ? അത് ഇങ്ങനെ പോയി ഇങ്ങനെ വീഴും. ആഫ്റ്റർ 2 സെക്കൻഡ്, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, 2 സെക്കൻഡ് കഴിയുമ്പോൾ ബോഡി ഇവിടെ എത്തി വിചാരിച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. ഈ സമയത്തുള്ള പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. സോ 2 സെക്കൻഡ് കഴിയുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നാലും പൊസിഷൻ വെക്ടർ കണ്ടെത്തുള്ളൂ. എന്താ പൊസിഷൻ വെക്ടർ? ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. പൊസിഷൻ വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു xi പ്ലസ് yj ആണ്. yj. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണം, വൈൻ്റെ വാല്യൂ വേണം. ഏത് എക്സിൻ്റെ വാല്യൂ? 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള എക്സിൻ്റെ വാല്യൂ ആണ്. ഈ വാല്യൂ വേണം. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള വൈൻ്റെ വാല്യൂ വേണം. ഈ വാല്യൂ വേണം. മനസ്സിലായോ? 2 സെക്കൻഡ് കഴിയുമ്പോൾ എക്സ് വാല്യൂ വേണം, 2 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള വൈ വാല്യൂ വേണം. എങ്ങനെ കണ്ടുപിടിക്കും എക്സ് വാല്യൂ? നമുക്കറിയാം, എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മോഷനാണ്. ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷനാണ്. ഇത്ര അറിയത്തില്ലേ? എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ബേസിക് ഇക്വേഷനൊക്കെ അറിയാം. എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ യു ഇൻറ്റു ടി ആണ്. യൂണിഫോം മോഷനിൽ യു ഇൻറ്റു ടി എടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, വെക്റ്റർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് പകരം പറയണം യു ഇൻറ്റു ടി. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, യു ഇൻറ്റു ടി കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു യു എത്ര കുഞ്ഞുങ്ങളെ? 30 ആണ്. ടി എത്രയാണ്? 2 സെക്കൻഡ് കഴിയുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 60 മീറ്റർ എന്ന് കിട്ടും. സോ എത്രയാണ്? 60 മീറ്റർ. 60 i cap. ഇനി ആര് വേണം? പ്ലസ് ആര് വേണം? നമ്മുടെ പ്ലസ് ആയിരിക്കും, മൈനസ് ആയിരിക്കും. കാര്യം നമുക്കറിയാം താഴേക്കാണ്, വൈ താഴേക്കാണ്. സോ മൈനസ് ആയിരിക്കും, വിട്ടേക്കാം. നമുക്ക് കണ്ടുപിടിക്കാം, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ വൈ എന്താണ്? വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്.
സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? S is equal to ut plus half at സ്ക്വയർ. സോ എസ് എന്ന് പറഞ്ഞാൽ y ആണ്. യു എത്രയാണ്? വെർട്ടിക്കൽ മോഷനിൽ യു എത്രയാണ്? നിങ്ങൾ പറയും സാർ ഞങ്ങൾക്ക് അറിയാം അത് 0 ആണ്. സോ മൈനസ് ഹാഫ് ഉണ്ടോ, ഇത് 0 ആയി പോയി, പിന്നെ മൈനസ് ഹാഫ് gt സ്ക്വയർ. സോ y വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് g എത്രയാണ് കുഞ്ഞുങ്ങളെ? 10 ആണ്. ടി എത്രയാണ്? 2ന്റെ സ്ക്വയർ ഉണ്ടോ, വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? 20 മൈനസ് 20 കിട്ടും അല്ലേ, 20 മീറ്റർ അല്ലെ മൈനസ് 20 മീറ്റർ. ഇത്രയും മനസ്സിലായോ? സിമ്പിൾ അല്ലേ? നമുക്കറിയാം വെർട്ടിക്കൽ മോഷൻ യൂണിഫോം ആക്സലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? യൂണിഫോം ആക്സലേഷൻ യൂസ് ചെയ്യണം. S is equal to plus half at square ഇട്ട് കൊടുക്കണം. ഈ ഇട്ട് കൊടുക്കാൻ പേടിക്കൊന്നും ചെയ്യരുത്, അങ്ങ് ഇട്ട് കൊടുക്കണം, ആൻസർ കിട്ടും. ഓക്കെ, പേടിച്ചിരിക്കരുത്. ഇത് ചെയ്താൽ ഞാൻ ശരിയാണോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടുമോ? കിട്ടും. ഇങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 20 മീറ്റർ ആണ്. ഏത് ആക്സിലാണ്? y ആക്സിസിലാണ്. സോ നമുക്ക് ആരെ കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടി, അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിനെ കിട്ടി. അത്രയും മീറ്റർ ആണ്. എളുപ്പമല്ലേ? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അത് വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണം. ആ സമയത്തുള്ള വെലോസിറ്റി വെക്ടർ v വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി. നമുക്ക് ഇവിടെ 2 വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. ഹൊറിസോണ്ടൽ വെലോസിറ്റി u തന്നെയാണ്. വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? v വിച്ച് ഈസ് ഈക്വൽ ടു u പ്ലസ് at ആണ്. കുഞ്ഞുങ്ങളെ ഇവിടെ യുവിൻ്റെ വാല്യൂ എത്രയാണ്? വെർട്ടിക്കൽ മോഷനിൽ u എത്രയാണ്? 0 ആണ്. സോ v വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് gt ആണ്. ഉണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം, ഇങ്ങനെ പറയാം, യു ഐ ക്യാപ് പ്ലസ് എന്താണ്? ഇത് വി ആണെന്ന് വിചാരിച്ചോ, വി ജെ ക്യാപ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു യു എത്രയാണ്? യു എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്? 30 ആണ്. 30 ഐ ക്യാപ്. ഇനി ആരെ കണ്ടുപിടിക്കണം? വി കണ്ടുപിടിക്കണം. പറഞ്ഞേ. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 10 ഇൻറ്റു ടൈം എത്രയാണ്? 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 20 കിട്ടും. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ ആൻസർ എത്രയാണ്? 30 ഐ ക്യാപ് മൈനസ് 20 ജെ ക്യാപ്. കണ്ടോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. സോ ഇത്രയും ക്വസ്റ്റൻ അവൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിന് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറയാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് മൈനസ് 20 ഹോൾ സ്ക്വയർ എടുക്കണം. അപ്പോൾ ആൻസർ കിട്ടും. സോ ഇത്രയും ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. വെക്ടർ ചോദിക്കുക അല്ലെങ്കിൽ എന്ത് ചോദിച്ചോട്ടെ. ഞാൻ പ്രൊജക്ടൈൽ മോഷൻ്റെ A to Z കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഒരു കാര്യം പോലും ഡ്രോപ്പ് ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും, ചെറിയ കാര്യമായിക്കോട്ടെ, വലിയ കോൺസെപ്റ്റ് ആയിക്കോട്ടെ, വലിയ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ മുറിച്ച് പല വീഡിയോസായിട്ട് പല ഭാഗങ്ങളായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരുമിച്ച് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കളക്ട് ചെയ്ത് ഒരു സെക്ഷനിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓരോ വീഡിയോവും ഓരോ കോൺസെപ്റ്റുകളാണ്. അതെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ടി എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലായി, നിങ്ങൾ അങ്ങോട്ട് പഠിച്ച് വരികയാണ്. സോ അങ്ങനെ പഠിച്ച് കൊണ്ട് വരികയാണ്. അപ്പോൾ മെക്കാനിക്സ് കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവും ഫ്ലൂയിഡ് മെക്കാനിക്സിലേക്കും സോളിഡ് മെക്കാനിക്സിലേക്കും പോവും. അത് കഴിഞ്ഞിട്ട് തെർമോഡൈനാമിക്സിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വേവ്സിലേക്ക് പോവും. ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക്കും മോഷനും അതുപോലെ ആണെങ്കിൽ വേവ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തറവാവും. അതായത് നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്നത് വേറെ ലെവലിലോട്ട് പോകും. ഓക്കെ, സോ അതെന്ത് ചെയ്യണം? ഇത്തരം ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യണം? പഠിച്ച് വരണം. ഓക്കെ, ഈ ക്വസ്റ്റൻ ചെയ്യാൻ മനസ്സിലായല്ലോ. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റൻ ആണ് 6th ക്വസ്റ്റൻ ആണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 80 മീറ്റർ. സോ ഒരു ബോഡി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്തെറിയാൻ പോവാണ്. ഹൈറ്റ് എത്രയാണ്? ഒരു ടവറിൻ്റെ ഹൈറ്റാണ് 80 മീറ്റർ. സോ h ഈസ് ഈക്വൽ ടു 80 മീറ്റർ. സോ ബോഡി എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണ് അല്ലേ? പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ആണ്. സ്പീഡ് എത്രയാണ്? ഇവിടുത്തെ സ്പീഡാണ് u വിച്ച് ഈസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. അതിങ്ങനെ പോയി ഇവിടെ വീഴും. ശരിയാണോ? ദെൻ ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ജസ്റ്റ് ബിഫോർ സ്ട്രൈക്സ് ഓൺ ഗ്രൗണ്ട്. സോ താഴെ വീഴുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എന്നാ പറയണേ? ഹൊറിസോണ്ടൽ എന്ന് പറയണത്. സോ ഇതാണ് തീറ്റ. സോ തീറ്റയുടെ വാല്യൂ വേണം. അതുപോലെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡും വേണം. നമുക്ക് 2 കാര്യം വേണം. ഇതൊക്കെയാണ്, വെലോസിറ്റി വേണം, അതിൻ്റെ ഡയറക്ഷനും വേണം. സോ നമുക്ക് നോക്കാം. ഈ താഴെ വീഴുന്ന സമയം ഉണ്ടല്ലോ, ഈ താഴെ വീഴുന്ന സമയം നമുക്കിവിടെ മാറ്റി വരയ്ക്കാം. ഇതാണ് താഴെ വീഴുന്നത്. ഈ താഴെ വീഴുന്ന വെലോസിറ്റി നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ കഴിയും. ശരിയാണോ? ഏത് കമ്പോണൻ്റാണ്?
ഇതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ്, ആ വെലോസിറ്റി ഒരിക്കലും മാറത്തില്ല. അത്ര തന്നെയാണ്. നിങ്ങൾ പറയും സാർ നമുക്കറിയാം അത് 30 m/s തന്നെയാണ്. പിന്നെ ആര് കൂടിക്കൊണ്ടിരിക്കും? ആ ഈ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും, ആ വിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആദ്യം വിനെ കണ്ടുപിടിക്കാം. വി വിച്ച് ഈസ് ഈക്വൽ ടു u + at ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു u എത്രയാണ്? 0 ആണ്. സോ 0 കണ്ടോ, വെർട്ടിക്കൽ മോഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. മൈനസ് ജി എത്രയാണ്? 10 ആണ്. ഇൻറ്റു ടി വേണം. സോ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ? വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. ടി വിച്ച് ഈസ് ഈക്വൽ ടു √2h / g ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു √2 × h എത്രയാണ്? തന്നിട്ടുണ്ട് 80 മീറ്റർ. സോ 80 / g എത്രയാണ്? 10 ആണ്. സോ വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് കിട്ടും √16 കിട്ടും. √16 എത്രയാണ്? 4 സെക്കൻഡ് ആണ്. സോ ടീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എത്രയാണ്? 4 സെക്കൻഡ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ടി വാല്യൂ ഇട്ട് കൊടുക്കാം. എത്രയാണ്? 4 സെക്കൻഡ്. സോ -40 എന്ന് വരും. അത്ര എന്താണ്? m/s. സോ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 40 ആണ്. -40 താഴേക്കാണ് അല്ലേ? 40 m/s. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ പറയാമല്ലോ. വെലോസിറ്റി വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 30 i cap -40 j cap. അത്ര എന്താണ്? m/s. സോ വെലോസിറ്റി ഇട്ട് കഴിഞ്ഞു. ഇനി എന്ത് വേണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? √of എടുക്കണം. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വേണമോ? നിങ്ങൾ എന്ത് ചെയ്യണം? √30 സ്ക്വയർ പ്ലസ് -40 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. നമുക്ക് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആൻസർ കിട്ടും. ഇനി ഡയറക്ഷൻ വേണം. സോ ഡയറക്ഷൻ നമ്മൾ പറയാം. ഇതാണ് ഡയറക്ഷൻ. കണ്ടോ, നമ്മുടെ ഹൊറിസോണിൽ നിന്നുള്ളതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ മാറ്റി വരയ്ക്കാം. സോ ഞാൻ ഈ വെക്ടറിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് വെലോസിറ്റിയാണ്, ഇത് v ആണ്, ഇതെന്ന് പറഞ്ഞാൽ 30 ആണ്. ഞാൻ ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ എനിക്ക് ഇങ്ങനെ കിട്ടും. സോ 40യും 30യും വെക്ടർ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് v കിട്ടും. അതായത് നമുക്ക് ഈ ആംഗിളാണ് വേണ്ടുന്നത് അല്ലേ? തീറ്റയാണ് വേണ്ടുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? tan θ which is equal to opposite side 40 divided by adjacent side 30. So 0 0 ക്യാൻസൽ ആവും. നമുക്ക് 4/3 എന്ന് കിട്ടും. θ which is equal to tan inverse 4/3. tan എപ്പോഴാണ് 4/3 കിട്ടുന്നത്? നമുക്കറിയാം 53 ഡിഗ്രിയിലാണ്. കണ്ടോ, നമ്മൾ ട്രയാങ്കിളൊക്കെ വെച്ച് പഠിച്ചല്ലേ? ട്രയാങ്കിൾ വരച്ച് പഠിച്ചപ്പോൾ ഇത് 53 ഡിഗ്രിയാണ്. ഇത് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് 37 ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഇത് 5 ആയിരിക്കും. ഓക്കെ, tan 53. ഓക്കെ, tan 53 വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 4/3 ഇട്ടില്ലേ? അപ്പോൾ 53 ആണ്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. സോ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. സോ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പടം വരച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ധൈര്യമായിട്ട് ചെയ്ത് നോക്കണം. കാര്യം കോൺസെപ്റ്റ് നമ്മുടെ കയ്യിരിപ്പുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിരിപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. ആൻസർ കിട്ടിയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ടൈം വെൻ their velocities are perpendicular if they are projected simultaneously. സോ 2 ബോഡീസ് ഉണ്ട്. കണ്ടോ, ഒരു ടവർ ഉണ്ട്. ടവറിൻ്റെ മുകളിൽ 2 ബോഡി ഇരിപ്പുണ്ട്. സോ ഒരു ബോഡി ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു, ആണ് 4 m/s ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഏത് ഭാഗത്തും ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? അത് 4 m/s ആയിരിക്കും. സോ ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇതും 4 ആണ്. താഴേക്കുള്ള വെലോസിറ്റി എത്രയായിരിക്കും? നമുക്ക് താഴേക്കുള്ള വെലോസിറ്റി ഇക്വേഷൻ v ആണ് അല്ലേ? v വിച്ച് ഈസ് ഈക്വൽ ടു u + at ആണ്. യുവിൻ്റെ വാല്യൂ എന്താണ്? വെർട്ടിക്കൽ മോഷനിൽ യുവിൻ്റെ വാല്യൂ 0 ആണ്. നിങ്ങൾ പറയും സാർ അത് 0 ആണ്, u 0 ആയി പോയി. പിന്നെ ആരുണ്ട്? a ഉണ്ട്. ആക്സലേഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. സോ പറയും -g എന്ന് പറയും t. സോ വിൻ്റെ വാല്യൂ എത്രയാണ്? അത് -gt ആണ്. സോ ഇവിടെ -gt ആണ്, ഇത് -gt ആണ്. സമയം മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് -gt-ൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ടീൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സോ ഈ പോയിന്റ് എത്രയാണ്? ഞാൻ പറയും എത്രയാണ്? -gt ആണ്. സോ gt എന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. ഇത്രയും മനസ്സിലായോ? ഇനി എന്താണ് ക്വസ്റ്റ്യൻ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ്? ഇതുപോലെ വരും. ഈ 1 m/s ഇങ്ങനെ അറിയുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 1 m/s ആയിരിക്കും. ശരിയാണോ? ഇവിടെ എത്രയായിരിക്കും? അതും 1 m/s ആയിരിക്കും. കണ്ടോ, ഏത് പോയിന്റ് എടുത്താലും ഹൊറിസോണ്ടൽ വെലോസിറ്റി മാറുമോ? അതല്ല, എത്രയായിരിക്കും? 1 m/s തന്നെയായിരിക്കും. ഇനിയാണെങ്കിൽ താഴെ കണ്ടാണ്, താഴേക്ക് സെയിം ഇക്വേഷൻ ആണ്. കണ്ടോ, എത്രയാണ്? അത് gt ആണ്. ഇത് എത്രയാണ്? gt ആണ്. എത്രയാണ്? gt ആണ്. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ടൈം. ഏത് സമയത്താണ് when their velocities are perpendicular? കണ്ടോ, ഏത് സമയത്താണ് ഈ 2 ബോഡിയുടെ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആവുന്നത്? നോക്കാം എങ്ങനെ പെർപെൻഡിക്കുലർ ആവുന്നതെന്ന്. ഒരു ബോഡി ഇങ്ങോട്ട് എറിഞ്ഞു, മറ്റു ബോഡി ഇങ്ങോട്ട് എറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ ട്രാവൽ ചെയ്യും.
സോ ട്രാവൽ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആകുമ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ എത്രയായിട്ട് മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? സോ ഞാനൊരു ബോഡി ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു, ഒരു ബോഡി ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു, അതെന്തെയും ചരിയും ഒരു പർട്ടിക്കുലർ ആംഗിൾ വരുമ്പോൾ എന്ത് ചെയ്യും? അവ തമ്മിലുള്ള ആംഗിൾ എത്രയായിട്ട് വരും? 90 ഡിഗ്രി ആയിട്ട് മാറും. സോ ഇതെന്ത് ചെയ്യും? ചരിഞ്ഞ് വരികയാണ്. ഞാൻ പറയാൻ ഈ പോയിന്റ് ഇവിടുത്തെ വെലോസിറ്റിയാണ് v1 എന്ന് പറയുന്നത്. കണ്ടോ, വെലോസിറ്റി എത്രയാണ്? v1. സോ ഈ v1 കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ v1 ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇനി ഇവിടുത്തെ വെലോസിറ്റിയാണ് v2. ഈ വെലോസിറ്റി എത്രയാണ്? v2. ഞാൻ ഈ v2നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടിമുട്ടിയപ്പോൾ എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. അപ്പോൾ ഞാൻ പറയും v1 എന്ന് പറയുന്നതും v2 എന്ന് പറയുന്ന വെക്ടേഴ്സ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. സോ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ അവയുടെ ഡോട്ട് പ്രൊഡക്റ്റ് എത്രയാവണം? നിങ്ങൾ പറയും സാർ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. സോ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ v1ൻ്റെ വാല്യൂ പറഞ്ഞു തരാമോ? v1 വിച്ച് ഈസ് ഈക്വൽ, നോക്ക് ഇങ്ങോട്ട് എത്രയാണ് കുഞ്ഞുങ്ങളെ? അത് 1 ആണ്. സോ മൈനസ് ഉണ്ടോ ഐ ക്യാപ്പ്, അങ്ങോട്ട് എക്സ് ആക്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങോട്ട് എക്സ് ആക്സിസും എന്താണ്? മൈനസ് എക്സ് ആക്സിസ് ആണ്. സോ അങ്ങോട്ട് എത്രയാണ്? 1 മീറ്റർ. സോ നമ്മൾ പറയും v1 വിച്ച് ഈസ് ഈക്വൽ ടു -1 ഐ ക്യാപ്പ്. മനസ്സിലായോ? -1 ഐ ക്യാപ്പ്. ഇനി താഴേക്ക് എത്രയാണ്? gt ആണ്, -gt ജെ ക്യാപ്പ്. സോ ഇതാണ് ആരുടെ വാല്യൂ? v1ൻ്റെ വാല്യൂ. ഇതുപോലെ നമുക്ക് ആരെ വാല്യൂ പറയാം? v2ൻ്റെ വാല്യൂവും പറയാം. v2 വിച്ച് ഈസ് ഈക്വൽ ടു നോക്ക്, ഇതാണ് v2 എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങോട്ട് എത്രയാണ്? 4 ആണ്. പറയും 4 ഐ ക്യാപ്പ്. താഴേക്ക് എത്രയാണ്? അത് gt ആണ്. സോ -gt. ഇത്ര എന്താണ്? ജെ ക്യാപ്പ്. നമുക്ക് രണ്ട് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. അതിന് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവും. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കാം v1 ഡോട്ട് v2 എത്രയെന്ന് കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു, എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണേ? ഐൻ്റെ കോഎഫിഷ്യൻറ്റും ഐൻ്റെ കോഎഫിഷ്യൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യേ 4 × -1 എപ്പോഴും പ്ലസ്. അടുത്ത പറഞ്ഞേ വൈൻ്റെ കോഎഫിഷ്യൻ, അതായത് ജെയിൻ്റെ കോഎഫിഷ്യൻ എത്രയാണ്? -gt. ജെയിൻ്റെ കോഎഫിഷ്യൻ എത്രയാണ്? -gt. സോ കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് -gt ആണ്, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും -gt ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ -gt എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞേ -gt × -gt പ്ലസ് gt². സോ പ്ലസ് g² t². ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇതിൻ്റെ വാല്യൂ 0 ആണ്. അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് -4 എന്ന് വരും. സോ -4 എത്രയാണ്? പ്ലസ് ജിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. g² ആണെങ്കിലോ അപ്പോൾ 10² 100 ആയിട്ട് മാറും. ഇനി ഇൻറ്റു t² വിച്ച് ഈസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യാം? ഈ -4 ഇവിടെ കൊണ്ടുപോകാം. സോ 100 t² വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. t² എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? നിങ്ങൾ പറയും സാർ 4/100 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, വേണ്ട നമുക്ക് റൂട്ട് മാറ്റിയിട്ട് വെട്ടാം. 4/100 ആണ്. t വിച്ച് ഈസ് ഈക്വൽ ടു √4/100 വിച്ച് ഈസ് ഈക്വൽ ടു 2/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.2. അത്ര എന്താണ്? സെക്കൻഡ്. സോ 0.2 സെക്കൻഡ് കൊണ്ട് ആ രണ്ട് വെലോസിറ്റി വെക്ടർ എന്തായിട്ട് മാറും? പെർപെൻഡിക്കുലർ ആയിട്ട് മാറും. മനസ്സിലായോ? സോ വളരെ സിമ്പിളാണ്, ലോജിക്ക് വളരെ സിമ്പിളാണ്. ഏതോ ഒരു വെലോസിറ്റി കണ്ടോ, v1 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വെലോസിറ്റിയാണ്, v2 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വെലോസിറ്റിയാണ്. ആ ഏതോ ഒരു വെലോസിറ്റി എങ്ങനെ എഴുതുന്നേ? അതിൻ്റെ u കമ്പോണൻറ്റിൻ്റെ ഐ ക്യാപ്പ് പ്ലസ് അതിൻ്റെ y കമ്പോണൻറ്റ് അല്ലെങ്കിൽ ജെ കമ്പോണൻറ്റ് എഴുതുക, പിന്നെ ജെ ക്യാപ്പ് എഴുതുക. സോ അങ്ങോട്ട് പോകുന്നത് വെർട്ടിക്കൽ ഹൊറിസോണൽ മോഷനാണ്. ആ ഹൊറിസോണൽ മോഷൻ്റെ വെലോസിറ്റിയുടെ ഐ കമ്പോണൻറ്റ്, താഴേക്ക് വരുന്നത് എന്താണ്? വെർട്ടിക്കൽ മോഷനാണ്. വെർട്ടിക്കൽ മോഷൻ ജെ കമ്പോണൻ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? വെക്ടർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എൻ്റെ ആൻസർ 0 ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ പല തവണ പല ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വെക്ടറിൽ ചെയ്തിട്ടുണ്ട്. വെക്ടറിൽ എനിക്ക് തോന്നുന്നു 4-5 തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ്. അതുപോലെ പ്രൊജക്റ്റൈൽ മോഷൻ ചെയ്തിട്ടുണ്ട്, റിലേറ്റീവ് മോഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. സോ ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിക്കരുത്. നമുക്ക് മനസ്സിലായി എന്താണ് ആ രണ്ട് വെലോസിറ്റീസ് എഴുതുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ വായിക്കാൻ പോവാണ്. രണ്ട് വെലോസിറ്റി v1 എന്നൊരു വെലോസിറ്റി ഉണ്ട്. എങ്ങനെ എഴുതുന്നേ? v1 എന്ന വെലോസിറ്റി എഴുതുന്നത് u ഐ ക്യാപ്പ് എന്ന് എഴുതണം. പ്ലസ് അടുത്തെന്താണ്? v ജെ ക്യാപ്പ് എന്ന് എഴുതണം. എന്താണ് v എന്ന് പറയുന്നത്? v വിച്ച് ഈസ് ഈക്വൽ ടു -gt ആണ്.
സോ V1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം യു ഐ ക്യാപ്പ് പ്ലസ് മൈനസ് ജി ടി ജെ ക്യാപ്പ്. കണ്ടോ, ഇതാണ് വെലോസിറ്റിയുടെ ജനറൽ ഫോമാറ്റ്. സോ ജനറൽ ഫോമാറ്റിലാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പം 4-ാം സെക്കൻഡിലെ വെലോസിറ്റി, 5-ാം സെക്കൻഡിലെ വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമാറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ. ഇനി 2 വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. ആ 2 വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സോ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, ആൻസർ 0 ഇട്ട് കൊടുക്കുക, നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കണ്ടോ, ഇതാണ് എൻ്റെ കോൺസെപ്റ്റ്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് DPP-യിലുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വേണ്ട, നമുക്കിനി ഒരു കോൺസെപ്റ്റിലേക്ക് പോകാം. പ്രൊജക്ടൈൽ മോഷനിലാണെങ്കിൽ ട്രജക്ടറിയെ പറ്റി പഠിച്ചായിരുന്നു. ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ഷനിലെ ട്രജക്ടറി. അതുപോലെ എവിടെയും ഉണ്ട് ട്രജക്ടറി എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെയും ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിലും ട്രജക്ടറി ഉണ്ട്. നമ്മൾ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ ട്രജക്ടറിയെ പറ്റി പഠിച്ചായിരുന്നു. അതിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചായിരുന്നു. പാത്തിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? പാത്തിൻ്റെ ഇക്വേഷനൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ എവിടെയും പാത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഇവിടെയും പാത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് പാത്തിൻ്റെ ഇക്വേഷനെ പറ്റിയാണ്. അതായത് ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ പാത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ചെയ്യാം. നമ്മുടെ അടുത്ത ഭാഗമാണ് ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ഫോർ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ. സോ ഒരു ബോഡിയാണ് നമ്മൾ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഈ ബോഡി എന്ത് ചെയ്യാൻ പോണ്? ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണ്. സോ ഈ ട്രജക്ടറിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ്റെ ട്രജക്ടറിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു? ഹൊറിസോണ്ടൽ മോഷനിൽ ട്രജക്ടറിയുടെ ഇക്വേഷൻ നിങ്ങൾ പറയും സർ അത് y വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ. അങ്ങനെ ടാൻ തീറ്റ എക്സ് എന്ന് പറയാം. ഓക്കെ, ടാൻ തീറ്റ ഇൻറ്റു എക്സ്, ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ജി ഡിവൈഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. കണ്ടോ, ഇതായിരുന്നു ട്രജക്ടറിയുടെ ഇക്വേഷൻ. എവിടെയാണ്? നമ്മുടെ ഗ്രൗണ്ട് ടു ഗ്രൗണ്ട് പ്രൊജക്ടൈൽ മോഷനിൽ. സോ സെയിം ഇക്വേഷനാണ് ഇവിടെയും. ഇവിടെ പ്രത്യേകത എന്താണ്? നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ എത്രയാണ്? നമ്മൾ എടുത്തെറിഞ്ഞ യു എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലിൽ നിന്നും, ഈ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നും എത്ര ആംഗിൾ ചരിഞ്ഞ നമ്മൾ എറിഞ്ഞത്? നിങ്ങൾ പറയും സാർ അത് 0 ഡിഗ്രിയാണ്. കാര്യം ഇത് ഹൊറിസോണ്ടൽ ലെവൽ ഇങ്ങനെയാണ്, സാർ എറിഞ്ഞത് ഇങ്ങനെയാണ്. കണ്ടോ, ഈ ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. പണ്ട് നമ്മൾ എറിഞ്ഞത് ഇങ്ങനെ എറിഞ്ഞത്. കണ്ടോ, ഇങ്ങനെ എറിഞ്ഞു. ഇപ്പം അങ്ങനെയാണോ എറിയുന്നത്? അല്ല, ഹൊറിസോണ്ടലിൽ എറിയുന്നത്. സോ തീറ്റ ഹിയർ, തീറ്റ വിച്ച് ഈസ് ഈക്വൽ എത്രയാണ്? 0 ഡിഗ്രി. അപ്പോൾ ടാൻ 0 എന്നിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ ഈ ടേം ഫുൾ അങ്ങ് പോകും അല്ലേ. ടാൻ 0 ആണ്. പിന്നെ ആരുണ്ട്? മൈനസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ജി ഉണ്ട്. ഈ എക്സ് സ്ക്വയർ നമുക്ക് മുകളിൽ എഴുതാം, ഡിവൈഡ് ബൈ 2u സ്ക്വയർ. ഇനി ആരുണ്ട്? കോസ് സ്ക്വയർ തീറ്റയുണ്ട്. കോസ് തീറ്റ എത്രയാണ്? കോസ് സ്ക്വയർ 0 എത്രയാണ്? അത് 1 ആണ്. മനസ്സിലായോ? സോ നമുക്ക് ആൻസർ കിട്ടും y വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ജി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2u സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. സോ ഇതെന്താണ്? നമ്മുടെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ്റെ ഇക്വേഷനാണ്, ട്രജക്ടറിയുടെ ഇക്വേഷനാണ്. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻ കുറേ നോക്കിയായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഈ ഭാഗത്തും കിട്ടിയില്ല. നീറ്റ് എക്സാമിനേഷൻ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടാഞ്ഞത്. സോ ഇങ്ങനെ ഫോമാറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇങ്ങനെ ഒരു ട്രജക്ടറി ഉണ്ട്, നമുക്ക് ട്രജക്ടറിയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിലെ ഏറ്റവും ഒരു കോൺസെപ്റ്റ്, ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ച ശേഷം DPP-യിൽ പോവുക. ഞാൻ ഇന്നും പറയാറുണ്ട്, DPP-യിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ സൊല്യൂഷൻസ് ഉണ്ട്, സ്വയം സൊല്യൂഷൻ നോക്കുക. സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നേരെയാണെങ്കിൽ ഡൗട്ട് സെക്ഷൻ ചോദിക്കുക. ഉറപ്പായിട്ടും ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഹൊറിസോണ്ടൽ പ്രൊജക്ഷനിൽ ഇത്രയും മതി, ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. നമ്മളിപ്പോൾ ടൈപ്പ് 2 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ടൈപ്പ് 3 ഉണ്ട്, ടൈപ്പ് 4 ഉണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ ടൈപ്പ് 3യും ടൈപ്പ് 4നെ പറ്റിയും ചർച്ച ചെയ്യും. ടൈപ്പ് 3യും ടൈപ്പ് 4ഉം അധികം ക്വസ്റ്റ്യൻസ് ഇല്ല, പക്ഷേ ഉള്ള കോൺസെപ്റ്റ് വെച്ച് നമുക്ക് കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, സോ ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.